ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ദ ടോക്ക് ഷോ വിത്ത് മുനീർ അൽവഫ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ഒരു വീക്കെൻഡിലേക്ക് സ്വാഗതം, അതേപോലെ തന്നെ നല്ലൊരു ഷോയിലേക്ക്. എന്തായാലും ഒരുപാട് ആൾക്കാരുടെ നല്ല അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് ഈ ഷോ ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ ഈ ഷോയിലേക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക, അതുപോലെ അതോടൊപ്പം തന്നെ പ്രചോദനപരമായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുക. എ വെരി ഫ്രൂട്ട്ഫുൾ ആൻഡ് വെരി സ്പെഷ്യൽ ഇൻഫർമേഷൻ ഫോർ ദ സേക്ക് ഓഫ് അവർ കമ്മ്യൂണിറ്റി. അതാണ് ഇതിൻ്റെ ലക്ഷ്യം. എന്തായാലും പ്രവാസ ലോകത്ത് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള മനുഷ്യരിൽ ഏറ്റവും മുഖ്യമായ കാര്യം എന്താണ്? നമ്മൾ ധനം സമാഹരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ജോലി നേടുന്നു, പൈസ ഉണ്ടാക്കുന്നു, ബിസിനസ് ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങളും മനുഷ്യൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കുട്ടികളെ മുതൽ വലിയവർ വരെ പല രീതിയിലുള്ള ലക്ഷ്യങ്ങൾ അവർക്കുണ്ടാവും. ചിലർ പാട്ടുകാരാവുന്നു, ചിലർ ഡാൻസ് കളിക്കുന്നു, ചിലർ പ്രസംഗിക്കുന്നു, അതുപോലെ മറ്റു പലർ അഭിനയിക്കുന്നു, ഒരാൾ ബിസിനസ്. ഇങ്ങനെ നിരവധി കാര്യങ്ങളിൽ ഇങ്ങനെ വ്യാപൃതരായി മുമ്പോട്ടേക്ക് ലക്ഷ്യം ചില ആൾ വെച്ച് കൊണ്ടുപോകുന്നു, ചില ലക്ഷ്യമില്ലാതെ പോകുന്നു. ഇതിനെല്ലാം ഒരു അച്ചുതണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഒരു ആത്മാവ്, ആയുസ്, ആ ഒരു ജീവൻ, അതേപോലെ തന്നെ നമ്മുടെ ശരീരം, ആ ശരീരത്തെ കാത്തു സംരക്ഷിക്കാനായി നമ്മൾ ആരോഗ്യവാന്മാരായിരിക്കണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ എത്ര തന്നെ വലിയ ആളായാലും ചെറിയ ആളായാലും, എത്ര തന്നെ ശക്തിമാനായാലും, എത്ര തന്നെ പണക്കാരനായാലും, പാവപ്പെട്ടവനായാലും, എല്ലാവരിലും കുടികൊള്ളുന്ന ഒരു ജീവന്റെ അംശം കാത്തു സൂക്ഷിക്കുന്നത് അവൻ്റെ ഏറ്റവും നല്ല ആരോഗ്യം മാത്രമാണ്. സോ ആരോഗ്യമാണ് മുഖ്യം പിജിലെ എന്നുള്ള ആ ഒരു വാക്കോട് കൂടി ഞാൻ തുടങ്ങുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രിയങ്കരനായ ഗസ്റ്റ് ഡോക്ടർ നജീബ് അഹമ്മദ്. വെൽക്കം ടു ദ ഷോ ഡോക്ടർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മിസ്റ്റർ മുനീർ. ഓക്കെ, അപ്പോൾ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നെട്ടോട്ടം ഓടുന്നു. പലരും സ്വന്തം കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ ജിമ്മിലേക്ക് പോയിട്ട് ആരോഗ്യം സംരക്ഷിക്കുന്നു. പലരും നമ്മൾ നടക്കാനും വയ്യാതെ എണി കയറാതെയൊക്കെ നമ്മൾ സൈക്കിൾ ഓട്ടാൻ പോയിട്ട് നമ്മൾ ആരോഗ്യം സംരക്ഷിക്കുന്നു. അങ്ങനെ പലർക്കും ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ശരീരം അനങ്ങിക്കൊണ്ട് ചെയ്യുന്നതിൽ നിന്ന് ആരോഗ്യം കിട്ടുന്നു. അത് കിട്ടാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ശീതീകരിച്ച മുറിയിലിരുന്ന ആൾക്കാർ അതില്ലാതെ മറ്റു രീതിയിൽ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി പോകുന്നു. ഇങ്ങനെയുള്ള നിരവധി ആരോഗ്യ സംരക്ഷണ പരിപാടികൾ. ഈ ആരോഗ്യം സംരക്ഷിക്കുന്ന ഇടയിൽ അനാരോഗ്യകരമായിട്ട് വരുന്ന കാര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് നിങ്ങളെപ്പോലത്തെ ഡോക്ടർമാർ. ഒരു വിഷകുരനാണ് പ്രിയങ്കരനായ കാസർഗോഡ് ജില്ലക്കാരനായ പള്ളിക്കര സ്വദേശിയായ ഡോക്ടർ നജീബ് അഹമ്മദ്. താങ്ക് യു സോ മച്ച് മുനീർ. താങ്ക് യു സോ മച്ച്. ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരിക്കും. ഞാൻ ഡോക്ടർ നജീബ് 23 വർഷമായിട്ട് UAE പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഫങ്ഷണൽ ആൻഡ് ഇൻ്റഗ്രേറ്റീവ് മെഡിസിൻ എന്ന മേഖലയിലാണ്, എന്ന ഒരു ഡിസിപ്ലിനിലാണ് എൻ്റെ പ്രാക്ടീസ്. കൂടുതലും ഇപ്പോൾ ഞാൻ 20 വർഷത്തോളം എൻ്റെ ക്ലിനിക്കുകൾ ഉണ്ടായിരുന്നു ദുബായിൽ. ഇപ്പോൾ കൂടുതലും ഓൺലൈൻ ക്ലിനിക്കാണ്. അത് പല രാജ്യങ്ങളിൽ നിന്നുള്ള രോഗികളെ നമ്മൾ അവിടെ, രോഗികൾ എന്നുള്ളതല്ല, ഇപ്പം മുനീർ സാഹിബ് പറഞ്ഞതുപോലെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ആളുകൾ ജിമ്മിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഓടുന്നു, അങ്ങനെ പലതും ചെയ്യുന്നു. അതിനും അപ്പുറത്ത് വരുമ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു ദ്വന്ദ്ം, ഇങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഈ ഡിവിഷൻ ഇല്ലാതാവുകയാണ് ഇപ്പോൾ. യഥാർത്ഥ ഡോക്ടർമാരുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുന്ന ഒരു ലോകത്തേക്ക് കാര്യങ്ങൾ പോകണം. കാരണം ഡോക്ടറുടെ കയ്യിൽ ഡോക്ടർമാരുടെ മരുന്നുകൾ ഏശാത്ത അല്ലെങ്കിൽ ഫലിക്കാത്ത അവസ്ഥയിലേക്ക് രോഗം വളരുകയാണ്. ഈ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും ഇപ്പം നമ്മൾക്കറിയാം, പ്രവാസികളാണ് നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും വലിയ ചലഞ്ചുകൾ നേരിടുന്നുണ്ട്. അപ്പോൾ ആ ചലഞ്ചുകൾക്ക് മരുന്നായിട്ട് നമുക്കിവിടെ ഇൻഷുറൻസ് അടക്കം എല്ലാം ഉണ്ടായിട്ടും രോഗത്തിൻ്റെ തോത് കുറയുന്നില്ല. ഇവിടെ പ്രവാസികളായ ആളുകൾ ചെറിയ പ്രായത്തിൽ മരിച്ചു വീഴുകയാണ്. അതായത് നമുക്കറിയാം, 20, 25, 30 വയസ്സ് ഡിസീസ് വരികയാണ്. കാഞ്ഞങ്ങാടുള്ള ചിത്താരിയിലുള്ള ഒരാള് അബുദാബിയിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് മരിച്ചു. 2 ദിവസം കഴിഞ്ഞിട്ട് മകനും മരിച്ചു. അതെ. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മൾക്ക് ഡോക്ടർമാരായതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇൻസിഡൻസ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. ഒരുപാട് ചാനലുകാർക്ക് വാർത്ത വരുന്ന പോലെയാണ് നിങ്ങൾക്ക് മരണത്തിൻ്റെയൊക്കെ കഥകൾ വരുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇന്ന് ഒരു കാലത്ത് 40, 50, 60 വയസ്സിൽ ഉണ്ടായിരുന്ന രോഗങ്ങൾ 20, 25, 30 ആ രോഗങ്ങൾ വരുന്നു. കാർഡിയാക് ഡിസീസ് പണ്ട് വന്നിരുന്നത് കുറേ അങ്ങോട്ടായിരുന്നു, ഒരു ഏജ് റിലേറ്റഡ് ഡിസീസ് ആയിരുന്നു. ഇന്ന് അത് ആ ഒരു ഏജ് റിലേറ്റഡ് ഡിസീസ് ഒന്നുമില്ല, ജാതി മതമൊന്നും ഇല്ലാത്ത ഒരു സംഭവമായിട്ടാണ് ഈ പറയുന്ന ഹാർട്ട് ഡിസീസ് അടക്കമുള്ള മേജർ കില്ലേഴ്സ്.
ഇത് ഗ്ലോബലി തന്നെ മേജർ കില്ലേഴ്സിന്റെ പ്രിവലൻസ് 5 വർഷത്തിൽ 20-28% വെച്ചിട്ട് പ്രധാനപ്പെട്ട മരണത്തിന്റെ, അതായത് ഹാർട്ട് ഡിസീസാണ് നമ്പർ 1 കില്ലർ. പിന്നെ ക്യാൻസർ വളരെ പിറകിലായിരുന്നു. ഉസൈൻ ബോൾട്ടിനെ പോലെ ക്യാൻസർ ഓടി മുംബൈയിലേക്ക് വരികയാണ്. അടുത്ത് തന്നെ അത് ഹാർട്ട് ഡിസീസിനെ മറികടന്നേക്കാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യക്കാരനായ അതിപ്രശസ്തനായ ഗ്ലോബൽ എക്സ്പേർട്ടാണ് ക്യാൻസറിൻ്റെ, സിദ്ധാർത്ഥ ബാനർജി. അദ്ദേഹം എംപറർ ഓഫ് ഓൾ മെലഡീസ് എന്നൊരു പുസ്തകം എഴുതുന്നുണ്ട്. ക്യാൻസറിനെ കുറിച്ച് വായിക്കാവുന്ന ഏറ്റവും നല്ല പുസ്തകം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അടുത്ത 2 ഡെക്കേഡ് കഴിയുമ്പോൾ 2025 അവിടെ 5 പേര് ഇരുന്നാൽ അതിലൊരാൾക്ക് ക്യാൻസർ ഉണ്ടാവുന്നിടത്തേക്ക് ക്യാൻസർ രോഗത്തിൻ്റെ പ്രിവലൻസ്, അതിൻ്റെ തോത് കൂടാൻ പോവുകയാണെന്നുള്ളൊരു നിരീക്ഷണം അദ്ദേഹം നടത്തുന്നുണ്ട്. അതിപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത ബന്ധുക്കൾ, എന്റെ തന്നെ അടുത്ത ബന്ധുക്കളിലേക്കും വീടുകളിലേക്കും. മുമ്പൊക്കെ നമ്മൾ ക്യാൻസർ എന്ന് കേട്ട് കേൾവിയാണ്. അടുത്ത പഞ്ചായത്തിൽ വന്നു, ആരോ മരിച്ചു. ഇപ്പൊ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഒരു ക്യാൻസർ രോഗി. ഒന്നോ അതിൽ കൂടുതലോ. കാരണം നമ്മൾ അടുത്ത പഞ്ചായത്തിൽ, അപ്പുറത്തെ പഞ്ചായത്തിൽ, പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചിരുന്ന പല കഥകളും ഇന്ന് നമ്മുടെ വീട്ടിൽ വന്നിട്ട് മുട്ടുന്നു. അപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ ഡോക്ടർ മരുന്ന് എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാൻ നമുക്കിന് സമയമില്ല. കറക്റ്റ്. കാരണം ഇവിടെ നമ്മൾ ഓരോ മനുഷ്യനും ആരാണ് ബോസ്, ഓരോ വ്യക്തിയും അവൻ്റെ, നമ്മൾ ഒരു കാറ് വാങ്ങിയാൽ നമുക്കതിനെക്കുറിച്ച് എല്ലാം അറിയാം. അതിൽ നമ്മൾ കൊണ്ടുപോയിട്ട് പെട്രോളിന് പകരം ഡീസൽ ഒഴിക്കില്ല, പെട്രോൾ വണ്ടി ആണെങ്കിൽ, അല്ലേ? അതുപോലെ നമ്മൾ അതിന് കൊടുക്കേണ്ട മെയിൻ്റനൻസ് കൃത്യമായിട്ട് കൊടുക്കും. അതിൻ്റെ മാനുവൽ നമുക്കറിയാം. ഇത് ഗിയർ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യണം, അതിന് കൃത്യമായ പ്രോപ്പർ ട്രെയിനിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നമ്മളൊരു വണ്ടിയോട് കാണിക്കുന്ന റെസ്പെക്റ്റ് വളരെ വലുതാണ്. ഏത് മെഷീനായാലും, നമ്മൾ ഫാക്ടറിയിൽ ഒരു മെഷീൻ വാങ്ങിയാലും വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ, നമ്മുടെ ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോട്ടോക്കോൾ നമ്മൾ കൃത്യമായി പാലിക്കുന്നു. എന്നാൽ നമ്മുടെ ശരീരം, ആരോഗ്യം, ഈ വിഷയത്തിൽ ഓരോ മനുഷ്യനും ഇതൊന്നും അറിയില്ല. ഞാൻ എന്താണ് കഴിക്കേണ്ടത്, ഒരു മനുഷ്യൻ എന്ത് കഴിക്കണം, എന്ത് കഴിക്കണ്ട, എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം, എത്ര കഴിക്കണം, ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഒരു ഒഴുക്കിന്, അല്ലെങ്കിൽ പലതരം ഈ പറയുന്ന പ്രോസസ്ഡ് ഫുഡ് ഉണ്ടാക്കുന്ന മൾട്ടിനാഷണൽ ഇതുണ്ടല്ലോ, എന്താ പറയുക, ഫുഡ് കമ്പനികളുടെ പരസ്യങ്ങൾ കണ്ടിട്ട് അതിൽ ജീവിക്കുന്ന ആളുകളായി മാറിയിരിക്കുന്നു ഇന്ന്. ആ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നടന്നിരിക്കുന്ന ഒന്ന് നമ്മുടെ ഇപ്പോൾ അമേരിക്കയിലെ വലിയൊരു കോടീശ്വരൻ കഴിക്കുന്ന ജങ്ക് ഫുഡ് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനും കഴിക്കുന്നത്. $4 ഏറ്റവും ചെറിയ പൈസക്ക് ഇന്റർനാഷണൽ ഫുഡ് വാങ്ങി കഴിക്കാം. മനസ്സിലായില്ല? അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ ഗ്ലോബലൈസേഷൻ ഓഫ്, എന്താ പറയുക, ഡിസീസ് എന്നുള്ള രീതിയിൽ ഈ ഗ്ലോബലൈസേഷൻ കൊണ്ടുണ്ടായ ഏറ്റവും വലിയ ദുരന്തം അതാണ്. ഇതായിരിക്കും. അപ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്ട്സ് ഏതെന്ന് ചോദിച്ചാൽ, വൺ ഓഫ് ദ മെയിൻ റീസൺസ് എന്ന് പറഞ്ഞാൽ ഈ ഫാസ്റ്റ് ഫുഡ് ചെയിൻസ് ഒക്കെ നമ്മുടെ നാട്ടിലും വന്ന് എല്ലാ മുക്കിലും മൂലയിലും നമുക്ക് എത്തിപ്പെട്ടു എന്നുള്ളത് നമ്മുടെ ആരോഗ്യത്തെ വല്ലാണ്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഒരു സംശയമില്ല. കാരണം പ്രത്യേകിച്ച് ഇതാണ് ഏറ്റവും ചീപ്പസ്റ്റും, ചിലപ്പോൾ അതായിരിക്കും. നമ്മളൊരു മാർക്കറ്റിൽ പോയാൽ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്നത് അതായിരിക്കും. ബൾക്കായിട്ട് ഉണ്ടാവുകയും ബൾക്കായിട്ട് ഗ്ലോബലി ഉണ്ടാക്കുന്നു. പിന്നെ അതിന്റെ പ്രോസസ്സിങ് വളരെ എളുപ്പമാണ്. അത്രയും ടെക്നോളജിയും കൂട്ടുകളും ചേരുവകളും, വെരി ലെസ്. കാരണം സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഇസ് വെരി ഹൈ. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ പിന്നെ ഒപ്റ്റിമൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഒരു KFC നടത്താൻ 2 സ്റ്റാഫ് മതി. നമ്മളൊരു ചായക്കട നടത്താൻ 5-6 പേര് വേണം, ഇല്ലേ? അതെ, അതിന്റെ സിസ്റ്റമാറ്റൈസേഷൻ അങ്ങനെയാണ്. വളരെ കണ്ണിഷവും സൂക്ഷ്മമായ രീതിയിലാണ് അവർ നടത്തുന്നത്. വളരെ മിടുക്കന്മാരാണ് കാര്യത്തിൽ. അതൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഉണ്ടാക്കുന്ന, ആരോഗ്യത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഈസ് ട്രെമൻഡസ്, ഭീകരമാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പം പ്രവാസികളിലൊക്കെ നേരത്തെ തുടങ്ങി. ഇന്ത്യയിൽ ഇപ്പം നാട്ടിലൊക്കെ, നാടൻ പ്രദേശത്തൊക്കെ ഇതിൻ്റെ ഒരു കുത്തൊഴുക്ക് വന്നിട്ടുണ്ടാകും കഴിഞ്ഞ 10, 15, 20 വർഷമായിരിക്കും. പ്രവാസ ലോകത്ത് നമ്മൾ ഈ പറയുന്ന ഫാസ്റ്റ് ഫുഡൊക്കെ വളരെ നേരത്തെ തുടങ്ങിയിരിക്കുന്നു. അതെ. പക്ഷെ പ്രവാസികൾക്ക് ഡോക്ടർ അത് പറഞ്ഞു വരുന്നതിന് ഡോക്ടർ നേരത്തെ പറഞ്ഞു യു ആർ എ ഫങ്ഷണൽ ഡോക്ടറാണെന്ന് പറഞ്ഞു. എന്താണ് ഈ ഫങ്ഷണൽ എന്ന് പറയുമ്പോൾ? എനിക്ക് സാധാരണ നമുക്ക് അലോപ്പതി, അതായത് ഇംഗ്ലീഷ് മെഡിസിൻ നമ്മൾ പറയുന്ന സാധാരണ രീതിയിലുള്ള MBBS ഡോക്ടർമാർ, പിന്നെ ഒന്നുള്ളത് ഹോമിയോപ്പതി, നമുക്കറിയാം. പിന്നെ ഒന്ന് ആയുർവേദ, അത് നമ്മൾ സാധാരണ കണ്ടുവരുന്നതാണ്. പിന്നെ യുനാനി, സിദ്ധം, പിന്നെ അങ്ങനെയുള്ള എന്താണ് വേറെ ഒന്നിനുള്ള നമ്മുടെ കൈറോപാക്സിസ്, എല്ലൊക്കെ ശരിയാക്കുന്ന, മുട്ടൊക്കെ ഇങ്ങനെ പിടിച്ചു പിടിക്കുന്ന സംഭവം, ഓസ്റ്റിയോപ്പതി, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. വാട്ട് ഈസ് ആക്ച്വലി ഫങ്ഷണൽ മെഡിസിൻ? പിന്നെ നാച്ചുറൽ മെഡിസിൻ ഉണ്ട്, പ്രകൃതി നാച്ചുറോപ്പതി എന്ന് പറയുന്ന സംഭവം. യഥാർത്ഥത്തിൽ ഈ ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ഒരുപാട് ഓൾട്ടർനേറ്റീവ് സിസ്റ്റം, അത് നേച്ചറിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ആണ് മിക്കവാറും ആയുർവേദവും ഹോമിയോപ്പതിയും നാച്ചുറോപ്പതിയൊക്കെ കുറച്ചൊരു നേച്ചുറൽ സിസ്റ്റത്തെ ഫോളോ ചെയ്തിട്ട് കുറച്ചും കൂടി മനുഷ്യൻ്റെ ക്രോണിക് ഡിസീസിനെ ഒന്നുകൂടി നന്നായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടൊക്കെ
അവർ കുറേ കാര്യങ്ങൾ ചോദിച്ചാൽ ഒരുപാട് പരിമിതികൾ അതിനുണ്ട്. കാരണം അത് എവിഡൻസ് ബേസ്ഡ് അല്ല, നമ്മൾക്ക് എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല, സയൻറ്റിഫിക് ഒരു ചാലഞ്ച് ഉണ്ട് അതിന്. ഇപ്പോഴത്തെ സയൻസിന് മനസ്സിലാവുന്ന ഭാഷയിൽ ഇത് കാര്യങ്ങൾ പറയുന്നിടത്ത് ചില പരിമിതികൾ ഈ സയൻസിന് ഈ പറയുന്ന സിസ്റ്റത്തിനൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ വളരെ എഫക്റ്റീവാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അതിന് പരിമിതികളുണ്ട്. മറുഭാഗത്ത് മോഡേൺ മെഡിസിൻ വളരെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ മോഡേൺ മെഡിസിൻ വളരെ നാരോ ബാൻഡ് വിഡ്ത്തിലാണ് പോകുന്നത്. എല്ലാ ടെക്നോളജിയും ഉണ്ടാകുമ്പോഴും മോഡേൺ മെഡിസിന് രോഗത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ വലിയ പരിമിതിയുണ്ട്. വലിയ രോഗങ്ങൾ വരുമ്പം അതിനെ പിടിച്ചു നിർത്താനും അതിനെ ഒതുക്കി നിർത്താനും അമർത്തി വെക്കാനൊക്കെ മോഡേൺ മെഡിസിൻ മിടുക്കന്മാരാണ്. ഫോർ എക്സാമ്പിൾ ഒരു ആൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. അദ്ദേഹം ഇപ്പോൾ നമ്മൾ ഒരു ബ്ലോക്ക് അലിയിച്ചില്ലെങ്കിൽ അയാൾ മരിച്ചു പോയേക്കാം. അവിടെ നമുക്ക് ബ്ലോക്കിനെ ലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലോക്കിനെ ഉരുക്കി കളയുന്ന മരുന്ന് തന്നെ വേണം. അവിടെ നമ്മൾ കൊണ്ടുപോയിട്ട് ആയുർവേദം പ്രയോഗിക്കരുത്. അതെ, അപ്പോൾ അവിടെ നമ്മൾക്ക് ആ രീതിയിലുള്ള ഇൻ്റർവെൻഷൻ ആവശ്യമാണ്. അതേസമയത്ത് ഈ മനുഷ്യൻ്റെ ഹാർട്ട് ഡിസീസ് തിരികെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു കൺവെൻഷണൽ സിസ്റ്റം ഉണ്ട് മോഡേൺ മെഡിസിൻ്റെ. നിങ്ങൾക്ക് ഡയബറ്റീസ് കണ്ടുപിടിച്ചാൽ ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ നിങ്ങളെ ചാപ്പ കുത്തും. അത് തന്നെ പ്രോട്ടോകോൾ അനുസരിച്ച് ശരിയല്ല. കഴിഞ്ഞു ജീവിച്ചോളുക. അതെ അതെ, അവിടെ പ്രശ്നം 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ആജീവനാന്തം നിങ്ങൾ പിന്നെ മരുന്ന് കഴിക്കുക എന്നുള്ളൊരു വിഷയമുണ്ട്. 2, ഈ രോഗം പ്രോഗ്രസീവ്ലി, അതിൻ്റെ ഡെഫിനിഷനിൽ തന്നെ ഡയബറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ പ്രോഗ്രസീവ് ഡിസീസ് എന്നാണ് പറയുക. മരുന്ന് കഴിച്ചാൽ രോഗം കൂടും, അടുത്ത ലെവൽ മരുന്ന് കഴിക്കണം. യഥാർത്ഥത്തിൽ ഡയബറ്റീസ് ഒന്നും ഒരു പ്രോഗ്രസീവ് ഡിസീസ് അല്ല ബൈ ഡീഫോൾട്ട്. ഇപ്പോൾ പുതിയ സയൻസ് അനുസരിച്ച് ഡയബറ്റീസ് ക്യൂറബിൾ, റിവേഴ്സിബിൾ, ഹൈലി അഡ്രസ്സബിൾ ഡിസീസാണ്. അതെ അതെ, ഡയബറ്റിക് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞു, തീർന്നു, ഇനി ഞാൻ ആജീവനാന്തം ഈ മരുന്നും കഴിച്ച് ഇങ്ങനെ ജീവിക്കാം എന്നാരും വിചാരിക്കേണ്ട എന്നാണ് ഡോക്ടർ പറയുന്നത്. അതിന് ഉപോത്ഫലകമായ തെളിവുകൾ അടക്കമാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. യെസ്. അപ്പോൾ ഇങ്ങനെ ഫങ്ഷണൽ മെഡിസിനിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം. കാരണം നമ്മളത് മുഴുവൻ പറഞ്ഞിട്ടില്ല. ഫങ്ഷണൽ മെഡിസിനിൽ ഈ പറയുന്ന 2 അലോപ്പതിയുടെ, അല്ലെങ്കിൽ ഈ പറയുന്ന മോഡേൺ മെഡിസിൻ നമ്മൾ വിളിക്കുന്ന അലോപ്പതിയുടെ എവിഡൻസ് ബേസ്ഡ് അപ്രോച്ച്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ഫങ്ഷണൽ മെഡിസിൻ അതുപോലെ എടുക്കുന്നുണ്ട്. അതിനേക്കാളും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. മറിച്ച് മറുവശത്ത് ഈ നാച്ചുറൽ സിസ്റ്റംസ് ഉണ്ടല്ലോ, ആയുർവേദം, ഹോമിയോപ്പതിയൊക്കെ പോലുള്ള, അവരുടെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചും കൂടി ഫങ്ഷൻ മെഡിസിൻ മിക്സ് ചെയ്തിട്ടുള്ള രീതിയാണ്. കാരണം ഇന്ന് പുതിയ സയൻസ്, ഓമിക് സയൻസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് സയൻസ് കഴിഞ്ഞ 30 വർഷത്തിന് ഇങ്ങോട്ട് വളർന്നു വന്നു. അതിൽ നമ്മുടെ ജീനോമിക്സ്, അതായത് നമ്മുടെ വയറ്റിലുള്ള മൈക്രോബയോമിനെ കുറിച്ച് മൊത്തം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ ജനിതകപരമായ നമ്മുടെ കഥ, മഹാഭാരതം മൊത്തം വായിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സ്ക്രിപ്റ്റ് എന്താണെന്ന് നമുക്കറിയാം. ആ DNA മൊത്തം വായിച്ചു. അതിലുള്ള ക്രോമസോമിൻ്റെ അതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്കറിയാം. അപ്പോൾ ആ അർത്ഥത്തിൽ സയൻസ് വളർന്നു. പിന്നെ പ്രോട്ടിയോമിക്സ്, ന്യൂട്രിജീനോമിക്സ്, പിന്നെ എക്സ്പോസോമിക്സ് പോലുള്ള ഒരുപാട് സയൻസ് ഒരു ഭാഗത്ത് ഈ പറയുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ വളർന്ന് വന്നു. പക്ഷെ അതൊന്നും ക്ലിനിക്കുകളിലേക്ക് എത്തിയില്ല, അൺഫോർച്ചുനേറ്റ്ലി. കാരണം ക്ലിനിക്കുകളിലേക്ക് പഴയ പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് കൺവെൻഷണൽ സിസ്റ്റം, ഇവിടുത്തെ എല്ലാ ഹോസ്പിറ്റൽസ് ആയാലും നമ്മുടെ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന അലോപ്പതിക് സിസ്റ്റത്തിൽ വലിയൊരു ശതമാനവും പ്രോട്ടോക്കോൾ മാറ്റുന്നതിന് ഒരുപാട് ചടങ്ങുകളും രീതികളൊക്കെ ഉണ്ട്. അതൊരു ഭാഗമാണ്. ഇത്തരം കാര്യങ്ങളിലുള്ള ഇതിലുള്ള എൻതൂസിയാസം പലപ്പോഴും മറ്റു ചില ഫാക്ടേഴ്സ് കാരണം അത്ര ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഓമിക് സയൻസ് ക്ലിനിക്കുകളിലേക്ക് എത്തുന്നതിൽ വലിയൊരു ഡിലേ വന്നിട്ടുണ്ട്. മറുവശത്ത് ഇതിനെ ഏറ്റെടുത്തുകൊണ്ട് ഡോക്ടർമാരിലൊരു വിഭാഗം, അത് വേൾഡിലെ ഏറ്റവും നല്ല ക്ലിനിക്കുകളായ മായോ ക്ലിനിക്കോ അല്ലെങ്കിൽ ക്ലീവ്ലാൻഡ് പോലുള്ള ക്ലിനിക്ക് ഇന്റർനാഷണലി ഫങ്ഷണൽ മെഡിസിൻ ഏറ്റെടുക്കുകയും പ്രചരിപ്പിക്കുകയും, പ്രത്യേകിച്ച് IFM പോലുള്ള ഫങ്ഷണൽ മെഡിസിൻ്റെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ബോഡി, അതിൻ്റെ പ്രോട്ടോക്കോളൊക്കെ ഉണ്ടാക്കുന്നത്, അതിലെ ഫാക്കൽറ്റിയൊക്കെ മിക്കവാറും നമ്മുടെ ക്ലീവ്ലാൻഡ് ഡോക്ടേഴ്സാണ്. ക്ലീവ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹെൽത്ത് സ്കൂളാണ്, സ്കൂൾ ഓഫ് മെഡിസിൻ എന്ന് പറയാവുന്ന, റിസർച്ച് നടക്കുന്ന പുതിയ ഇൻ്റർവെൻഷൻസ്. നമ്മൾ പണ്ട് CABG ബൈപ്പാസ് സർജറി ചെയ്യുമല്ലേ, ബൈപ്പാസ് സർജറിയൊക്കെ നമ്മുടെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത് ക്ലീവ്ലാൻഡാണ്. അത്രയും എമിനൻ്റ് സ്കൂളാണ്. അവരാണ്
ഫങ്ഷണൽ മെഡിസിൻ്റെ മുൻനിരയിലുള്ളത്. ഓക്കെ, അപ്പം ഈ ഫങ്ഷണൽ മെഡിസിൻ്റെ UAE-യിലത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്താണ്? ഫങ്ഷണൽ മെഡിസിൻ UAE-യിൽ ഫങ്ഷണൽ മെഡിസിന് കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. അതിലൊന്ന് സെല്ലുലാർ മെറ്റബോളിസം, അത് കോശങ്ങളിലാണ് രോഗം. ഓർഗൻ കേന്ദ്രീകൃത രോഗം എന്നുള്ള അർത്ഥത്തിലാണ് ഇത്രയും കാലം ചികിത്സിച്ചിരുന്നത്. ഹാർട്ട് രോഗി അല്ലെങ്കിൽ കിഡ്നി രോഗി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ കിഡ്നിയും ഹാർട്ടൊക്കെ ഒരു ഡീപ്പ് റൂട്ടഡ് ഡിസീസിൻ്റെ അവസാനത്തെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ചില ഓർഗൻസാണ്. കോശങ്ങളിൽ മൊത്തത്തിൽ ഹോർമോണിൽ എൻസൈമിലൊക്കെ വ്യത്യാസം വരുമ്പോഴാണ് പിന്നെ അത് ഹാർട്ടിലേക്കൊക്കെ എത്തുന്നത്. അവിടെ ഇതിന് 3-4 രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആവുള്ളൂ. ഒന്ന് ഈ പറയുന്ന ന്യൂട്രീഷനും ഇതൊക്കെ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. UAE-യിൽ ഇപ്പോൾ ഒരുപാട് സെൻറ്റേഴ്സിൽ IV ന്യൂട്രീഷൻ തെറാപ്പി തുടങ്ങിയിട്ടുണ്ട്. IV ന്യൂട്രീഷൻ ഈസ് എ വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ ട്രീറ്റ്മെൻറ്റ്. വാട്ട് ഈസ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഒരാൾക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സെറ്റ് ഓഫ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാവാം. ആ ഡെഫിഷ്യൻസി അഡ്രസ്സ് ചെയ്യാതെ നമ്മൾ എത്ര മരുന്ന് കൊടുത്താൽ, ഇപ്പോൾ ഉദാഹരണത്തിന് വൈറ്റമിൻ D കുറവാണ്, ഡിപ്രഷൻ്റെ മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഇതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങൾ അതുപോലെ അതിൽ നമ്മൾ ഈ IV കൊടുക്കുകയാണ്. IV കൊടുത്തിട്ട് ഈവൻ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളെ ഇപ്പം ഇന്ത്യയിലൊക്കെ പല സെൻറ്റേഴ്സിലും വൈറ്റമിൻ C എക്സാമ്പിൾ ഒരു കീമോതെറാപ്യൂട്ടിക് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഫങ്ഷണൽ മെഡിസിൻ ഫെലോഷിപ്പ് ചെയ്തപ്പോൾ എൻ്റെ മെൻറ്റർ ഒരു കൊച്ചിയിലുള്ള ഒരു ഹെഡ് ആൻഡ് നെക്ക് സർജൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഫങ്ഷണൽ മെഡിസിൻ പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ടാണ്. മറ്റ് ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ മേജർ ഡിഫറൻസ് ഈ മോഡേൺ മെഡിസിനും ഈ ഫങ്ഷണൽ മെഡിസിനും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണ്? ഒരു 3 പോയിന്റ് പറയും. ഒന്ന്, മോഡേൺ മെഡിസിൻ ഒരു സൂപ്പർഫിഷ്യൽ ബ്ലഡിലുള്ള കഥകൾ നോക്കിയിട്ടാണ് രോഗം എന്താണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ എക്സ്റേ ഒക്കെ എടുത്തിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കും. ബേസിക്കലി സീറം അല്ലെങ്കിൽ ബ്ലഡ് നോക്കിയിട്ടാണ് കഥകൾ മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ പ്രശ്നം ഇരിക്കുന്നത് ബ്ലഡിൻ്റെ ഉള്ളിലല്ല, കോശങ്ങളിലാണ്, സെല്ലുലാർ മെറ്റബോളിസത്തിലാണ്. അതിൻ്റെ ഒരു 3, 4, 5 ഘട്ടം കഴിഞ്ഞിട്ടാണ് ബ്ലഡിലേക്കൊക്കെ ഇതിൻ്റെ കഥകൾ വരിക. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായി, ഇൻസുലിൻ്റെ മെറ്റബോളിസത്തിൽ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് വീണ്ടും കുറേ കഴിയുമ്പോഴാണ് ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിട്ട് 10, 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഷുഗർ വരിക. അപ്പോൾ ഷുഗർ ബ്ലഡിൽ എത്തുന്നത് വരെ നിങ്ങൾക്ക് കാത്തിരിക്കാം. അല്ലെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം തന്നെ നിങ്ങൾ സീറം ഇൻസുലിൻ നോക്കിയിട്ട് അതിനെ കണ്ടെത്തിയിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് തിരിച്ച് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഷുഗർ പേഷ്യൻ്റ് ആവുന്നില്ല. ഷുഗർ പേഷ്യൻ്റ് ഒരുപാട്, അതാണ് ഒരു വ്യത്യാസം. റൂട്ട് കോസ് അഡ്രസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? കാരണം ഇതൊരു ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള സയൻസ് ആണെങ്കിൽ അത് വളരെ അതെ. അവിടെ ഒന്ന് ഈ പറയുന്ന സയൻസ്, പുതിയ സയൻസ് വരുമ്പോൾ ആ സയൻസിനെ ഏറ്റെടുക്കുന്നതിന് എപ്പോഴും കൺവെൻഷണൽ രീതി, വിമുഖത നൂറ്റാണ്ടുകളായിട്ടോ അല്ലെങ്കിൽ 10,000 കൊല്ലമായിട്ടുള്ള ഒരു രീതിയാണത്. കൺവെൻഷണൽ സിസ്റ്റം വിൽ ബി ഓൾവേസ് എ ബിറ്റ് എന്താ പറയുക റിലക്റ്റന്റ് ഇൻ ആക്സെപ്റ്റിംഗ് ന്യൂ മെത്തേഡ്സ്. അത് ഒന്ന്. 2, ഫാർമസ്യൂട്ടിക്കൽ സിസ്റ്റം ഉണ്ട്, ഗ്ലോബൽ സിസ്റ്റം ഉണ്ട്. അതിൻ്റെ ലോജിസ്റ്റിക്കും അതിൻ്റെ റിസർച്ചും അതിൻ്റെ ഇതൊക്കെ ആയിട്ടുള്ള അത് ഹൈലി എസ്റ്റാബ്ലിഷ്ഡ് ആണ്, ഹൈലി അണ്ടർസ്റ്റുഡ്. അപ്പോൾ ആ ഒരു പ്രയാസം ഒരു ഭാഗത്തുണ്ട്. പിന്നെ 2, സയൻസിൻ്റെ എന്ന് പറയപ്പെടുന്ന ഒരു സയൻറ്റിസിസം എന്ന് പറയും. ശാസ്ത്രത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയ ഫ്രെയിം വർക്കിൻ്റെ പരിമിതികൾ. നമ്മൾ ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് വളരെ ചെറിയൊരു ഫ്രെയിം വർക്കിലാണ് മൊത്തം കാര്യങ്ങൾ ചെയ്യുന്നത്. എസ്പെഷ്യലി മെഡിക്കൽ സയൻസിൽ. മെഡിക്കൽ സയൻസ് ഇപ്പോഴും വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ചില വളരെ നാരോ ആയിട്ടുള്ള ചില സംഭവങ്ങൾ വെച്ചിട്ട് ഇത് മാത്രമാണ് ഇങ്ങനെ തെളിഞ്ഞാലേ അത് പാടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ പറ്റുള്ളൂ എന്നൊക്കെയുള്ള രീതി. പക്ഷെ മറ്റു സയൻസിലൊക്കെ ഇപ്പോൾ ഇത്തരം സങ്കുചിതത്വമില്ല, ഇത്തരം നാരോ മൈൻഡഡ്നെസ് ഇല്ല. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പക്ഷേ ചെറിയൊരു കാലം കൊണ്ട് ഇതിൽ വലിയ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കറക്റ്റ്. ചെറിയൊരു കാര്യം. ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് ടു UAE ഫങ്ഷണൽ മെഡിസിൻസ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ വി ജസ്റ്റ് ഡീവിയേറ്റഡ് ടു UAE-യിൽ ഫങ്ഷണൽ മെഡിസിൻ ഈസ് നോട്ട് എൻ സ്റ്റാൻഡ് അലോൺ ഡിസിപ്ലിൻ. അപ്പോൾ അതിന് ലൈസൻസ് ഉണ്ടോ, അതിന് റെഗുലേഷൻ ഉണ്ടോ ഒക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. ഏതൊരു അലോപ്പതി ഡോക്ടർക്കും അല്ലാത്ത ഡോക്ടർക്കും ഇതിനെ പഠിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോംപ്ലിമെൻ്ററി സിസ്റ്റമാണിത്. ഇറ്റ്സ് നോട്ട് ഹാംഫുൾ. ഇറ്റ് ഇസ് നോട്ട് ഹാംഫുൾ അറ്റ് ഓൾ. ഒന്നത്. 2, ഈ ഫങ്ഷണൽ മെഡിസിൻ ഇപ്പോൾ UAE-യിൽ തന്നെ നമുക്ക് ചെയ്യാൻ ന്യൂട്രീഷൻ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷണൽ മെഡിസിൻ്റെ ഇൻ്റർവെൻഷൻ മനസ്സിലാക്കിയാൽ ഈ ചോദ്യം ഒന്നുകൂടി എളുപ്പം മനസ്സിലാവും. ഇതിൽ ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്യുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം.
ഉറക്കം. കാരണം മനുഷ്യൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആരോഗ്യത്തിൻ്റെ ഡെഫിനിഷൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ട്, WHO പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മനസ്സ്, ശരീരം, സോഷ്യൽ, ഇതൊക്കെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വന്നിട്ടുള്ള ഒരു ഹാർമോണിയസ് എക്സിസ്റ്റൻസ് ഉണ്ടാകുമ്പോഴാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അല്ലാതെ രോഗത്തിൻ്റെ ലക്ഷണങ്ങളുടെ ആബ്സെൻസ് അല്ല. ഇറ്റ് ഈസ് നോട്ട് അരോഗാവസ്ഥയല്ല ആരോഗ്യം. ഈ പറയുന്ന നമ്മൾക്ക് കോണി കയറാൻ പറ്റുക, നമ്മൾക്ക് പിന്നെ ഒരു പട്ടി വന്നു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടാൻ പറ്റുക, ഇതൊക്കെയാണ് ആരോഗ്യം. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഒരു കോണി കയറാൻ പറ്റിയില്ലെങ്കിൽ, സ്വന്തം കുട്ടിയെ എടുത്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റിയില്ലെങ്കിൽ ആരോഗ്യമില്ല നമ്മൾക്ക്. അപ്പം ആ അതാണ് ഫങ്ഷൻ. നമ്മൾ ഈ വാക്ക് ഫങ്ഷണൽ എന്ന് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ദാറ്റ് വിൽ മേക്ക് യു ഫങ്ഷണൽ. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പം അത് ഈ ഒരു ഫങ്ഷണൽ എലമെൻ്റ് നോക്കിയിട്ടല്ല എക്സിസ്റ്റിംഗ് സിസ്റ്റം ഓഫ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യണത്. അവർ ഇത് കറക്റ്റാക്കി, നിങ്ങൾ രോഗിയല്ല, പക്ഷെ ആ രോഗിയുടെ ആരോഗ്യാവസ്ഥ മെച്ചപ്പെടുന്നില്ല, അയാൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓരോ ഓർഗനും പ്രോഗ്രസീവ്ലി ഫെയിൽ ആവുകയാണ്. അണ്ടർസ്റ്റാൻഡ്. ഇനി സാധാരണ ഒരാളുടെ ലൈഫിൽ പ്രവാസിയുടെ പ്രത്യേകിച്ച് പ്രത്യേക സാഹചര്യം, പ്രവാസി എന്ന് പറഞ്ഞാൽ പ്രത്യേക സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ നമുക്ക് എങ്ങനെയാണ് ഫങ്ഷണൽ മെഡിസിൻ ഉപയോഗിച്ചിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ക്രമീകരിക്കാൻ പറ്റുക? ഇതിന് 2-3 രീതിയിൽ. ഒന്ന് കോർപ്പറേറ്റ് പ്രോഗ്രാംസ് ആണ്. പിന്നെ നമ്മളിപ്പം കോർപ്പറേറ്റ് കമ്പനികളായിട്ട് നമ്മൾ ആ രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. കാരണം കമ്പനികളിലാണ് രോഗം നിർമ്മിക്കപ്പെടുന്നത്. കാരണം നമ്മുടെ പിന്നെ പ്രത്യേകിച്ച് ഈ കമ്പനികളിൽ കൊടുക്കുന്ന സ്ട്രെസ്സ്, ജോബ് ഓറിയൻറ്റേഷൻ, അല്ലെങ്കിൽ ആ ജോബിൻ്റെ ഡെലിവറി മെത്തേഡ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇന്നോമസ് സ്ട്രെസ്സ് വരുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം. 2, പിന്നെ ഈ പറയുന്ന സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോട്ടോക്കോളുകളും കാര്യങ്ങളും ഇല്ലാത്ത പ്രത്യേകിച്ച് പ്രവാസികളുടെ കാര്യത്തിൽ കേട്ടോ. രാവിലെ എഴുന്നേറ്റാൽ മുതൽ നമ്മൾ സ്ട്രെസ്സിലാണ്. കമ്പനിയിൽ പോയി തിരിച്ചു വന്ന് വീട്ടിലെത്തിയാലും മണിക്കൂറോളം നമ്മൾ കമ്പനി വിഷയങ്ങളായിരിക്കും ചിന്തിക്കേണ്ടാവുക. അപ്പോൾ അവിടെ നമ്മൾക്ക് ഈ സയൻസ് മനസ്സിലാക്കിയിട്ട് കമ്പനിയിൽ ചില നമ്മൾ സാധാരണ മിനിമൽ പരിപാടി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർഗണോമിക്സ് പോലുള്ള കാര്യങ്ങൾ, കമ്പ്യൂട്ടറും ലാപ്ടോപ്പൊക്കെ വെക്കുന്നതിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നിട്ട് നമ്മുടെ ആരോഗ്യം അവസാനിക്കുന്നു. വലിയ MEP പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ തലയിൽ തൊപ്പി വെക്കലും ബെൽറ്റ് കെട്ടലൊക്കെ ആയിട്ട് അതവിടെ ഒതുങ്ങുന്നു. അതിനപ്പുറത്ത് ഒരു വ്യക്തിയുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കി, അല്ലെങ്കിൽ അവൻ്റെ പ്രത്യേകത മനസ്സിലാക്കി ഒരു സംഭവം അവിടെ അതാണ്. ഓരോ വ്യക്തിക്കും ചില പ്രത്യേകതകളുണ്ട്, ചില രീതികളുണ്ട്. ആ രീതികളനുസരിച്ച് അത് മനസ്സിലാക്കാൻ ടെസ്റ്റുകളൊക്കെ ഉണ്ട്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് പോലെ ടെസ്റ്റുകൾ. അത് മനസ്സിലാക്കിയിട്ട് ഒരു കമ്പനി ജോബ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതൊരു വലിയൊരു ഇവിടെ തന്നെ നമുക്ക് 2-3 തരം കമ്പനി കാണാം. യൂറോപ്യൻ കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികൾ, അല്ലെങ്കിൽ ചില സ്പെഷ്യൽ കമ്പനികൾ, യൂറോപ്യൻ കമ്പനി പ്രത്യേകിച്ച്, അവിടുത്തെ വർക്ക് അറ്റ്മോസ്ഫിയറും ക്വാളിറ്റിയൊക്കെ വ്യത്യാസം, വലിയൊരു ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന, അങ്ങേയറ്റത്ത് മാനുഷിക മൂല്യങ്ങൾ കൊടുക്കുന്ന സ്ഥലങ്ങളാണ് പല കമ്പനികളും. മറിച്ച് വലിയൊരു ശതമാനം Tier 2, Tier 3 കമ്പനികളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു തരത്തിലുള്ള മാനുഷിക മൂല്യങ്ങളില്ല. ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. അവിടെ ഒരു വളച്ചുകെട്ടൽ നമുക്ക് വേണ്ട, ഇതൊരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾക്ക് ഈ പറയുന്ന ഫങ്ഷണൽ മെഡിസിൻ പോലുള്ള പ്രോട്ടോക്കോളുകളും റീജുവനേഷൻ, അവരുടെ ഉദാഹരണത്തിന് മെഡിസിൻ, ഇപ്പം നമ്മൾ ഒരു കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ അതിൻ്റെ എൻഗേജ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇൻഷുറൻസ് കമ്പനികളുടെ ഏറ്റവും വലിയ പ്രോഫിറ്റിൽ ലീച്ച് ഔട്ട് ചെയ്ത് പോകുന്നത് ക്രോണിക് ഡിസീസിൻ്റെ പൈസ കൊടുത്തിട്ടാണ്, അല്ല, അതിൻ്റെ മരുന്നും ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ക്രോണിക് കാർഡിയോ മെറ്റബോളിക് ഡിസീസസ് റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇന്ന് ലോകത്തിന് അറിയാം. അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. അപ്പം ഇൻഷുറൻസ് കമ്പനികൾ ഒരു 2 months പൈലറ്റ് പ്രോഗ്രാം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവരൊരു 50-100 പേഷ്യൻസ് നമ്മൾക്ക് തരുന്നു. ഈ പേഷ്യൻസിനെ നമ്മുടെ പ്രോട്ടോക്കോളിൽ കൊണ്ടുപോയിട്ട് അവരുടെ ഇൻസുലിൻ റെസിസ്റ്റൻസും അവരുടെ ഇതൊക്കെ നമ്മൾ കുറച്ച് കൊണ്ടുവരുന്നു. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾക്ക് കൊടുക്കുക. ഇപ്പോൾ ബാംഗ്ലൂർ ആൾറെഡി നടക്കുന്നുണ്ട്. എൻ്റെ കൂടെ ഫെലോഷിപ്പ് ചെയ്ത ആളാണ് അവിടെ ചെയ്യുന്നത്. നമ്മളതിൽ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ UAE ചെയ്യാൻ പറ്റും. ഇത് എന്തുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തിനു നമ്മൾ അനാവശ്യമായിട്ട് ജീവിതകാലം മുഴുവൻ മരുന്ന് ഇൻഷുറൻസ് നഷ്ടങ്ങൾ മാറ്റുന്നത്? അതെ, വലിയ ലാഭമാണ്. ചെറിയ ശതമാനത്തിലുള്ള വേരിയേഷൻ പോലും അതിൻ്റെ എക്സ്പോണൻഷ്യൽ വാല്യൂ നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഹ്യൂജ് ബെനിഫിറ്റ് ഫോർ ഇൻഷുറൻസ്. ബാധിക്കൂലേ?
ഒരു ഭാഗത്ത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുടെ രീതിയും ഡയമെൻഷനും മാറും. ഇൻഡസ്ട്രിയെ ബാധിക്കാനൊന്നും പോകുന്നില്ല. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുടെ മരുന്ന് ബേസ്ഡ് ഇതിന് പകരം വെൽനസ് ബേസ്ഡ് ഇൻഡസ്ട്രി ആയിട്ട് അത് മാറാം. മനസ്സിലായില്ലേ? രണ്ടുപേരും വിൻ വിൻ ആയിട്ട് പോവാം. പ്രോ ആയിട്ടുള്ളൊരു ചേഞ്ച് വരാം. ഇപ്പം നമ്മുടെ ഈ ആസ്റ്റർ വളരെ മിടുക്കന്മാരാണ്, വളരെ നല്ല കാര്യം. അവർ വെൽത്ത് എന്ന് പറഞ്ഞിട്ട് ഈ കാര്യം മുഴുവൻ ഫങ്ഷണൽ മെഡിസിൻ അവിടെ UAE നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറയേണ്ട ഒരു കാര്യമായിരുന്നു. ആസ്റ്റർ വെൽത്തിൽ ഫങ്ഷണൽ മെഡിസിൻ ഉണ്ട്. ദർ ഇസ് എ ഡിപ്പാർട്ട്മെന്റ് ഫോർ ദാറ്റ്. ഓക്കെ, എന്ത് ലൈഫ് സ്റ്റൈലിലേക്ക് വരുമ്പോൾ യെസ്, നമുക്ക് ഈ പറഞ്ഞ കോർപ്പറേറ്റ് കൾച്ചറിലാണ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം. പക്ഷേ ടു ദ പോയിന്റ്, ഒരാൾ ഒരു 30-40 ഇയേഴ്സൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരാളുടെ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ക്രമീകരിക്കുമ്പോൾ, ഡയറ്റിങ് മുതൽ അയാളുടെ കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ ഫങ്ഷണൽ മെഡിസിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ചുരുക്കി ഒന്ന് പറയാം. യെസ്, 4 പ്രധാനപ്പെട്ട ഏരിയ, നമ്മൾ 4 പില്ലേഴ്സ് എന്നാണ് പറയുക. 4 പില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ അതിലൊന്ന് ഭക്ഷണം തന്നെ, ഫുഡ്, വാട്ട് വി ഈറ്റ്. 2 നമ്മുടെ മൂവ്മെൻറ്റ്, വ്യായാമം, നമ്മുടെ വാട്ട് എവർ വി കോൾ ഇറ്റ്. അത് ജിമ്മിൽ പോയിട്ടാവാം, സൈക്കിൾ ചവിട്ടിയിട്ടാവാം, അല്ലെങ്കിൽ അവൻ കോണി കയറിയിട്ടോ, ജോലിയിലെ മൂവ്മെൻറ്റ്, മൂവിങ്, ഹറക്ക. നമ്മുടെ ഇവിടുത്തെ എക്സ്പോ 2020 ഒരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അലിഫ്, അവിടുത്തെ പലവിധ അലിഫിൻ്റെ തീം മൂവ്മെൻ്റ് ആയിരുന്നു, ഹറക്ക മൂവ്മെൻ്റ് ആയിരുന്നു. അത് ബിഗ് ബാങ് മുതലുള്ള മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണ്. അപ്പം ജീവൻ എന്ന് പറയുന്നിട്ട് അവർ നന്നായിട്ട് പറയുന്നുണ്ട്. ജീവൻ എന്ന് പറഞ്ഞാൽ മൂവ്മെൻ്റ് ആണ്. ഇല്ല, അതെ. അപ്പം നമ്മൾ മൂവ്മെൻറ്റ് എത്രത്തോളം നമ്മൾ ലൈഫിൽ കൊണ്ടുവരുന്നു, അതിനാണ് ഫങ്ഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയുക. നമ്മൾ അപ്പം പ്രവാസിക്ക് ഒരു ജോലി എടുക്കുന്ന ഒരാൾക്ക് നമ്മൾ കൺവീനിയൻസിൽ നോക്കിയിട്ടാണ് എല്ലാം ചെയ്യുക. നമുക്ക് നടന്നു പോകാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ കാറെടുത്ത് പോകുന്നു. അല്ലെങ്കിൽ ജോലിയുടെ ഓറിയൻറ്റേഷൻ നമ്മൾ പരമാവധി മൂവ്മെൻറ്റ് കുറച്ചിട്ട് 8-10 മണിക്കൂർ ഇരിക്കുന്നു. അപ്പം അതിനൊക്കെ ഫങ്ഷണൽ മെഡിസിൻ പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഫങ്ഷണൽ മെഡിസിൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എഡ്യൂക്കേഷനാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത്തരം ആളുകൾക്ക് അവയർനെസ് മാത്രമല്ല, ബിഹേവിയറൽ ചേഞ്ച്. ഓക്കെ, അവയർനെസ് കൊണ്ട് ഒന്നും സംഭവിക്കില്ല. അവയർനെസ് കൊണ്ട് ഒരു ചിന്തയിലൊരു സ്പാർക്ക് കൊടുക്കാം. എഡ്യൂക്കേറ്റ് ചെയ്തതിന് ശേഷം ബിഹേവിയറിൽ ട്രാൻസ്ഫോം ചെയ്യണം. മനസ്സിലായി. നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള വാക്ക് കൂടെ ഹാൻഡ് ഹോൾഡ് ചെയ്ത് നിൽക്കണം. സോ വി ഹാവ് എ വെരി സ്ട്രോങ്, വെരി പ്രാക്ടിക്കൽ ആൻഡ് സിമ്പിൾ മെത്തഡോളജി. ചെറിയ കുഞ്ഞി സ്റ്റെപ്പിലൂടെ. അതും നിങ്ങൾ നാളെ മുതൽ 50 പുഷപ്പ് എടുക്കൂ എന്ന് പറയുന്ന പരിപാടിയില്ല. നിങ്ങൾ 2 പുഷപ്പ് എടുക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ നാളെ മുതൽ പിന്നെ വണ്ടി ഒരു 10 മീറ്റർ അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് നടന്നിട്ട് പോകും. ഇത് നമ്മൾ പ്രോട്ടോക്കോളിൽ കൃത്യമായിട്ട് അതുപോലെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾ 21 days ഡൂവബിൾ പ്രാക്ടിക്കബിൾ മൈക്രോ ഹാബിറ്റ്സ്. മനസ്സിലായില്ലേ? ഈ മൈക്രോ ഹാബിറ്റ്സിലൂടെ മാത്രമേ അത്ഭുതം, അത് റെഗുലറായിട്ട് ചെയ്യുമ്പോൾ കുഞ്ഞു മാറ്റങ്ങൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. അതെ. അപ്പോൾ ഫങ്ഷണൽ മെഡിസിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മളെ വിഷയം അതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഫുഡ് ഒരു കാര്യം, രണ്ടാമത്തെ മൂവ്മെന്റ്, മൂന്നാമത്തത് ഉറക്കം, സ്ലീപ്പ്. ഇറ്റ് ഈസ് എ ബിഗ് തിങ്. അത് എനിക്ക് തോന്നുന്നു വളരെയേറെ ഒരു ഡോക്ടർമാരും പറഞ്ഞു കൊടുക്കാത്ത, ഡോക്ടർമാർക്ക് തന്നെ അതിന്റെ സയൻസ് അറിയാത്ത, ഏറ്റവും അധികം പ്രവാസികൾ അനുഭവിക്കുന്ന വൺ ഓഫ് ദി മെയിൻ റീസൺസ് ഫോർ ദ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഉറക്കമാണ്. ഒരു സംശയമില്ല. രാവിലെ 7 മണിയെങ്കിലും മിനിമം തുടങ്ങണം. ജബലലിയിലോ അല്ല കുറച്ച് ദൂരം 5 മണിക്ക് തുടങ്ങണം. 1-2 മണിക്കൂർ കാറ്. ഞാനൊരു ശരാശരി ഒരു ജോലിക്കാരൻ്റെ ഒരു പ്രവാസിയുടെ അവസ്ഥ, അത് അവിടെ ഏത് മാനേജറാണെങ്കിലും നോർമൽ എംപ്ലോയി ആണെങ്കിലും അവനത് പറ്റുള്ളൂ. അങ്ങനെ പോയി അവിടെ വർക്ക് ചെയ്തു, ഒരു റെസ്റ്റും ഇല്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യുന്നു, തിരിച്ച് 5 മണി 6 മണിക്ക് ഇറങ്ങുന്നു, 8 മണിക്ക് വീട്ടിലെത്തുന്നു. അതെ. പിന്നെ അവിടുന്ന് ഒരു പക്ഷേ അതിൻ്റെ ഇടയിൽ സോഷ്യൽ വർക്ക് ഉണ്ടാവാം, അതിൻ്റെ ഇടയിൽ മറ്റ് കലാപരിപാടികൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിലുണ്ടാവും. അത് വളരെ നല്ല കാര്യമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വീട്ടിലെത്തിയിട്ട് TV അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നു ഓൺലൈനിൽ, വാട്സപ്പ് മുതൽ ഇൻസ്റ്റഗ്രാം മുതൽ ഫേസ്ബുക്ക് എല്ലാം കൂടി നോക്കും. 12 മണി ആവാതെ ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. 12 മണിക്ക് വീണ്ടും ബെഡിലെത്തി 1 മണിക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വീണ്ടും 5 മണിക്ക് 6 മണിക്ക് എഴുന്നേൽക്കുന്നു. 5 മണിക്കൂർ ഉറങ്ങിയാൽ അതും ഒരു സൗണ്ട് സ്ലീപ്പ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. വളരെ അതെ. ഒരു മനുഷ്യന് ഇപ്പം പല ആളുകൾക്കും പല രീതിയിലാണ് ഉറക്കം വേണ്ടത്. പല ജോലിക്കാരും പല
അത് ഏജ്, സെക്സ് ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു. ജോലിയുടെ നേച്ചറൊക്കെ അനുസരിച്ചാണ് ആൾക്ക് റെസ്റ്റിൻ്റെ ആവശ്യം വരുന്നത്. റെസ്റ്റിൽ പ്രധാനപ്പെട്ടത് ഉറക്കം തന്നെയാണ്. ഈ ഉറക്കത്തിൽ എന്തൊക്കെ നടക്കുന്നു? വെറുതെ ഉറങ്ങി എഴുന്നേക്കലല്ല, അവിടെ നമ്മുടെ ശരീരത്തിലുള്ള പ്രധാനപ്പെട്ട മെറ്റബോളിക് ചേഞ്ചസ്, ശരീരത്തിലുള്ള പല ബിൽഡിംഗ് അപ്പ് നടക്കുന്നു, മസിലിൻ്റെ റിക്കവറി നടക്കുന്നു, ബ്രെയിനിൽ മെമ്മറി രജിസ്ട്രേഷൻ നടക്കുന്നു, പലതരം ക്ലീനിങ് നടക്കുന്നു. ഈവൻ കുട്ടികളുടെ കാര്യത്തിൽ വളർച്ച നടക്കുന്നത് വളർച്ച എക്സാക്ട്ലി അല്ലേ? ഗ്രോത്ത് ഹോർമോണിന്റെ ഉദാഹരണത്തിന് ഗ്രോത്ത് ഹോർമോണിന്റെ ഇത് വരുന്നത് ആണ് കുട്ടികൾക്ക് കൂടുതൽ നമ്മുടെ ഈ സ്ട്രെസ് വരുന്ന ആൾക്കാർക്ക് പലപ്പോഴും ഈ എസ്പെഷ്യലി ഈ SME അല്ലെങ്കിൽ ബിസിനസ്സുകാരുടെ ഇടയിലൊക്കെ പലപ്പോഴും കേൾക്കാം, അവർ നല്ല സ്ട്രെസ്സാണല്ലോ. ഒരു ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് ആ സ്ട്രെസ്സിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ആ പ്രശ്നങ്ങളിൽ ഉറക്കം വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ വാട്ട് ഈസ് ദ റൈറ്റ് തിങ് ടു ഡു ടു ഗെറ്റ് ദ റൈറ്റ് സ്ലീപ്പ്? ഓക്കെ, അവിടെ ഒന്ന് സ്ലീപ്പിൻ്റെ ABCD അറിയണം ഓരോ മനുഷ്യനും. അതറിഞ്ഞാൽ തന്നെ അയാൾക്ക് കുറേ കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റും. സ്ലീപ്പ് എന്താണ്, എങ്ങനെയാണ് സ്ലീപ്പിൻ്റെ സ്ലീപ്പിൻ്റെ പ്രസക്തി, നിങ്ങൾ നേരത്തെ പറഞ്ഞ അവെയർനെസ്, അവിടെ തുടങ്ങണം. അവെയർനെസ്സിനാണ് തുടങ്ങുന്നത്. ഉറക്കം മസ്റ്റാണ്. അവർക്ക് മസ്റ്റാണെന്നുള്ള ശക്തമായ ബോധവും വിശ്വാസവും വരണം. ഈ ബോധവും വിശ്വാസവും ഇല്ലാത്തടത്തോളം കാലം എന്ത് സർക്കസ് കളിച്ചിട്ട് കാര്യമില്ല. അപ്പം നമ്മുടെ മൈൻഡിൽ നിന്ന് തുടങ്ങണം. മൈൻഡിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ബ്രെയിനിലേക്ക് അത് എത്തുന്നത്. അത് പിന്നീട് അത് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത്, നമ്മുടെ ബിഹേവിയറിലേക്ക് എത്തുന്നത് പിന്നീടാണ്. അപ്പം ഒന്ന് അവിടെ. രണ്ട്, ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബിസിനസ്സിൻ്റെ വളർച്ചയും ബിസിനസ്സിൻ്റെ വിജയവും ബിസിനസ്സിൽ നമ്മളെടുക്കുന്ന എഫക്റ്റീവ് തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ്. നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് എൻഗേജ്മെൻ്റ് അല്ല, ക്വാളിറ്റി ഓഫ് എൻഗേജ്മെൻറ്റ്. നിങ്ങൾക്ക് ഒരിക്കലും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. യു ആർ മാസ്റ്റർ ഇൻ ദാറ്റ്. അവിടെ ബ്രെയിൻ പ്രോപ്പർലി വർക്ക് ചെയ്യണമെങ്കിൽ, കറക്റ്റ് ഡിസിഷൻസ് എടുക്കണമെങ്കിൽ നല്ല ഉറക്കം ആവശ്യമാണ്. പീസ്ഫുൾ മൈൻഡ് ഉണ്ടാവണം, പ്രസൻസ് ഓഫ് മൈൻഡ് വേണം, ആ പറയുന്ന കൃത്യമായ. അപ്പോൾ അതിന് നല്ല ഉറക്കം വേണം, നല്ല ഫുഡ് വേണം, വ്യായാമം വേണം. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണ്, ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇപ്പം ഇതിനപ്പുറത്തുള്ള കാര്യങ്ങളാണ്. നമ്മൾ പറയും ഉറക്കം കിട്ടാൻ വേണ്ടി ചില ആൾ പറയും എനിക്കൊരു പുസ്തകം എടുത്തിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ ഉറക്കം വരും. ചില ആളുടെ ഉറക്കം വരുന്നത് പാട്ട് കേട്ട് ഇങ്ങനെ ഉറങ്ങും. ചില ആൾ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ വേർഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരും. ചില ആൾക്ക് കമിഴ്ന്ന് കിടന്നാൽ ഉറക്കം വരും. ചില ആൾക്ക് ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാം ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഉറക്കം വരും. അപ്പം എന്താണ് ഒരു റൈറ്റ് തിങ് ടു ഡു ഫോർ സംവൺ? അതിന് സ്ലീപ്പ് റിച്വൽസ്, സ്ലീപ്പ് ഹൈജീൻ നമ്മൾ ഇതിന് മൊത്തത്തിൽ വിളിക്കും. ഉറക്കത്തിൻ്റെ വൃത്തി അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ പറയുന്ന ഒരു മെന എന്നൊക്കെ പറയില്ലേ, അതിന് ചില കാര്യങ്ങൾ. അത് ഒന്ന് പകല് നമ്മൾ സ്ലീപ്പ് ലോഡ് നടക്കാൻ കുറേ സാധനങ്ങളുണ്ട്, അത് കൃത്യമായിട്ട് ചെയ്തിരിക്കണം. കാരണം 5 മണിക്ക് ശേഷം ഹെവി കോഫിയൊക്കെ അടിക്കണം നമ്മൾ പോയിട്ട്. എന്നിട്ട് രാത്രി അതെ 5 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ സ്ട്രോങ് ചായയും കോഫിയും കുടിക്കും നമ്മൾ. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് കോഫി, കഫീന് ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ എന്താവും, നമ്മുടെ സ്ലീപ്പിൻ്റെ മെലറ്റോണിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ആവശ്യമാണ് ഉറങ്ങാൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണത്. പലതരം ഹോർമോൺ ആവശ്യമാണ്, എസ്പെഷ്യലി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മെലറ്റോണിൻ. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ തോത് കുറയുന്നു, സ്ലീപ്പിൻ്റെ ലോഡ് കുറയുന്നു. സ്ലീപ്പ് ഹങ്കർ എന്നുള്ളൊരു സാധനമുണ്ട്, വിശപ്പ് പോലെ തന്നെ സ്ലീപ്പിന് ഒരു വിശപ്പുണ്ട്, ഉറക്കം വരും. അതെ, ആ സ്ലീപ്പ് ആ ലോഡിങ്ങും ഹങ്കറും നമ്മൾക്ക് കൃത്യമായിട്ട് വരുമ്പോഴാണ് നമ്മൾ പോയിട്ട് നല്ല രീതിയിൽ ഉറങ്ങുന്നത്. പക്ഷെ അതൊന്നും ഇല്ലാതെ നമ്മൾ ഉദാഹരണത്തിന് 3 മണി 4 മണിക്കൊക്കെ കിടന്ന് ഉറങ്ങണം. ഇപ്പോൾ സൗദിയിലെ പല സ്ഥലത്തൊക്കെ ഉച്ചയ്ക്ക് വലിയ ബ്രേക്ക് എടുത്ത് നന്നായിട്ട് ഉറങ്ങും ആളുകൾ. അപ്പോൾ അത്തരം ആളുകൾക്ക് രാത്രിയിൽ കുറേ അങ്ങോട്ട് പോയിട്ടായിരിക്കും അവർ ഉറങ്ങുക. പിന്നെ അടുത്ത ആ ഒരു സ്പേസ് വരുന്നു. പക്ഷേ നേരത്തെ ഉറങ്ങണമെന്ന് വിചാരിക്കുന്ന ഒരാൾ 2 മണിക്കും 3 മണിക്കും 1 മണിക്കൂർ 2 മണിക്കൂർ ഉറങ്ങരുത്, പിന്നെ ഉറക്കം വരില്ല. ഇതൊക്കെ സ്ലീപ്പിന്, അതും പേഴ്സൺ ടു പേഴ്സൺ വേരിയേഷൻ. എത്ര ഉറങ്ങിയാലും രാത്രി പോയിട്ട് ഗംഭീരമായിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റും. അപ്പൊ അങ്ങനെയുണ്ട്. സംതിങ് ബെറ്റർ എർലി. അതും നമ്മൾ ക്രോണോടൈപ്പ് എന്ന് പറയുന്ന സംഭവമുണ്ട്. 4 തരത്തിലുള്ള ആളുകൾ, 4 തരം, ഒരുപാട് തരമുണ്ട്. നോർമലി 4 തരത്തിലാണ് നമ്മൾ ആളുകളുടെ ഉറക്കത്തിന് ആണ്. അത് ബെയർ, സിംഹം, പിന്നെ നമ്മുടെ ഡോൾഫിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ അവതാരങ്ങളിലേക്ക് നമ്മൾ അതിനെ ഇതാക്കിയിട്ടുണ്ട്. അപ്പം ചില ആളുകൾ അത് ഉറക്കത്തിൻ്റെ പാറ്റേൺ നോക്കിയിട്ടാണ്. ചില ആളുകൾക്ക് ക്രിയേറ്റീവ് ജോബ് ചെയ്യുന്ന ആളുകൾ, ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവർക്ക് രാത്രി ഇരുന്ന് പണിയെടുത്തേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ അവർ ജോലി ചെയ്ത് പിന്നെ അവരെന്തായി ലേറ്റ് നൈറ്റിൽ ആക്റ്റീവായിട്ട് ജോലി ചെയ്യുന്ന രീതിയിലൊക്കെ അവർ വരുന്നു. രാവിലെ വൈകി ലേറ്റ് എഴുന്നേൽക്കുന്നു. അങ്ങനെ അവരുടെ ഒരു ഇതുണ്ടല്ലോ, സിർക്കേഡിയൻ റിതം പുതിയതായി സെറ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് ആ രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് ക്വാളിറ്റി ജോബ് ഓക്കെയാണ്, അവൻ്റെ ജോലിയും അവൻ്റെ രീതിയും. എല്ലാവരെയും നമുക്ക് ഒരേ ഷൂസും ഒരേ ട്രൗസറും ഇടിയിക്കാൻ പറ്റൂല.
ജനറലി ഇവിടുത്തെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന 55% ആളുകളും കരടികളാണ്, അതായത് ബെയറുകളാണ്. ബെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് രാവിലെ എഴുന്നേൽക്കുന്നു, എന്നിട്ട് കൃത്യമായ ഒരു ടൈം ലൈനിലൂടെ പോകുന്നു. രാവിലെ ഫുൾ പീക്ക് എനർജി ആയിരിക്കും, ഉച്ച കഴിഞ്ഞ് ഒന്ന് ഡള്ളായി, പിന്നെ ഈവനിങ് ആകുമ്പോൾ കുറച്ചും കൂടി ഡള്ളായി, അങ്ങനെ രാത്രി നേരത്തെ കിടന്നുറങ്ങുന്നു. അങ്ങനെയാണ് ഒരു ഫാക്ടറി വർക്കറുടെ അല്ലെങ്കിൽ ടിപ്പിക്കൽ ഒരു എംപ്ലോയി ബേസ്ഡ് ഇതുണ്ടല്ലോ, നമ്മുടെ ബ്ലൂ കോളർ അല്ലെങ്കിൽ വൈറ്റ് കോളർ, മറ്റേ ബ്ലൂ കോളർ ജോബ്, അതിൻ്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിച്ചതുപോലെ പ്രവാസികൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഉറക്കത്തിൻ്റെ പ്രാധാന്യം ഡോക്ടർമാരും പറഞ്ഞു കൊടുത്തിട്ടില്ല, ഇതൊന്നും മനസ്സിലാക്കിയിട്ടുമില്ല. ഇന്നിപ്പോൾ കൂടുതൽ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതിനെ മനസ്സിലാക്കിയിട്ട് അത് എൻ്റെ പകലുള്ള എൻ്റെ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ എൻ്റെ മറ്റ് എന്ത് തന്നെയായാലും ജോലിയുടെ വിജയത്തിന് നല്ല ഉറക്കം ആവശ്യമാണെന്നുള്ളൊരു ബോധത്തിലേക്ക് ആദ്യം എത്തണം. അങ്ങനെ എത്തിയാൽ ഇത് മാറ്റാൻ പറ്റുമെന്നും എത്ര മോശം ഉറക്കക്കാരനാണെങ്കിലും കൃത്യമായ ഇൻ്റർവെൻഷനിലൂടെ അതിൻ്റെ സയൻസ് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള ഒരു എന്താ പറയുക ബോധം കൂടി അവർക്ക് ഉണ്ടാവണം. അത് താങ്ക്ഫുള്ളി നമ്മൾ ഇന്ന് ജീവിക്കുന്ന മനുഷ്യൻ വലിയ ഭാഗ്യം ചെയ്തവരാണ്. ഇങ്ങനെ ഒരു സയൻസ് ഒരു 40-50 കൊല്ലം മുമ്പിൽ. പക്ഷെ അവർക്ക് വേറൊരു ഭാഗ്യം ഉണ്ടായിരുന്നു, ഇത്രയും കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ജീവിത രീതി ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ കം ബാക്ക് ടു ദ പോയിന്റ്. നമ്മൾ നേരത്തെ ചോദിച്ചത് ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒന്നാമത്തത് ഭക്ഷണം, രണ്ടാമത്തത് മൂവ്മെന്റ്, മൂന്നാമത്തെ ഉറക്കം. 4 കാര്യങ്ങളാണ്. ഇനി എന്താണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്? പിന്നീട് സോഷ്യൽ. നിങ്ങൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ്ങിലൊക്കെ നമ്മളൊന്ന് കറങ്ങി ഇതാക്കി ഫ്രണ്ട്സിനൊക്കെ കണ്ടു. ഇത് നമ്മൾ പലപ്പോഴും ചില ആളുകൾ വിചാരിക്കുന്നത് ഒരു ടൈം വേസ്റ്റാണ്, വെറുതെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഇറങ്ങുകയാണോ, ഒരു ബോധമില്ല എന്നൊക്കെ നമ്മൾ പറയുമല്ലേ. പക്ഷേ മനുഷ്യൻ്റെ ലോഞ്ചിവിറ്റിയുടെ ഇന്ന് ലോകത്ത് 100 വയസ്സിൻ്റെ മുകളിൽ ജീവിക്കുന്ന ആളുകളുടെ വലിയ ഇതുണ്ട്. ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു 10 കൊല്ലം മുമ്പ് 100 വയസ്സിന് മുകളിൽ ആളുകൾ, സെന്റിനേറിയൻസ് എന്ന് പറയും, 100 സെഞ്ചുറി അടിച്ച ആളുകളുടെ എണ്ണം 95,000, 1 ലക്ഷത്തിന് താഴെയായിരുന്നു. ഇന്ന് 4.5 ലക്ഷത്തോളം ആളുകൾ ലോകത്ത്, അത് ഒന്ന് പോപ്പുലേഷൻ കൂടി എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും ലോഞ്ചിവിറ്റി ഈസ് ഇൻക്രീസിങ് ഡ്യൂ ടു സം റീസൺസ്, മനസ്സിലായി. പക്ഷേ രോഗവും അതുപോലെ കൂടുന്നുണ്ട്. ലോഞ്ചിവിറ്റി കൂടുമ്പോൾ രോഗം കൂടും സ്വാഭാവികമായിട്ടും. അവിടെ പിന്നെ നമ്മളിത് പറയാൻ കാരണം എന്തായിരുന്നു? നാലാമത്തെ അതെ, ഈ സോഷ്യൽ ഇതുണ്ടല്ലോ, ഈ രീതി, ആ രീതി പിന്നെ ഉള്ള രാജ്യങ്ങളാണ് അല്ലെങ്കിൽ സ്ഥലങ്ങളിലാണ് 100 കഴിയുന്നവരുടെ എണ്ണം വളരെ കൂടുതൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കിനാവ, ലോമലിൻഡ US-ലാണ്, സർദീനിയ, ഐക്കാരിയ എന്നൊക്കെ പറയുന്ന കുറേ സ്ഥലങ്ങൾ. അതല്ലാതെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിച്ച ആളുകളുടെ പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ 5 സ്ഥലങ്ങൾ. ഇതിനെ ബ്ലൂ സോൺ എന്ന് വിളിക്കും. ഈ ബ്ലൂ സോൺ ആളുകളുടെ ഈ ദീർഘായുസിൻ്റെ, അവിടെ ദീർഘായുസ് മാത്രമല്ല കേട്ടോ, അവിടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫിസിക്കലി ആ 90 വയസ്സിൽ ഡാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് സ്വന്തം വണ്ടി ഓടിച്ചിട്ട് ആരോഗ്യത്തോടുള്ള ആയുസ്സുള്ള ആളുകളെയാണ് ഈ പറയുന്ന ബ്ലൂ സോൺ എന്ന് പറയുന്നത്. അല്ലാണ്ട് വെറുതെ വയസ്സ് കൂടിയ ആളുകളല്ല. അതൊക്കെ വളരെ നല്ല ഡാൻസ് ചെയ്യാൻ പറ്റുന്ന 95 വയസ്സിലും 100 വയസ്സിലും പിന്നെ എന്താണ് മല കയറുന്ന അല്ലെങ്കിൽ ഗോൾഫ് കളിക്കുന്ന അത്രയും ആക്റ്റീവായിട്ടുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈൽ പഠിച്ചിട്ട് ആ ലൈഫ് സ്റ്റൈൽ പഠിച്ചിട്ട് എന്താണ് അവിടെ പ്രത്യേകത, എന്താണ് ഇവരുടെ പ്രത്യേകത, എന്താണ് അവരുടെ പ്രത്യേകത, ഇതിനെ ജനറലായിട്ട് ഒരു 5-6 അല്ലെങ്കിൽ ഒരു 9 പോയിന്റ്, പവർ ഓഫ് 9 എന്ന് പറയാം, 9 പോയിന്റുകളിൽ 9 ആശയങ്ങൾ അതിൽ നിന്നുണ്ടായി വന്നു. അത് ഡാൻ ബ്യൂട്ടർ എന്ന് പറയുന്ന നാഷണൽ ജിയോഗ്രഫിക്കിലെ ഒരു പിന്നെ ആന്ത്രപ്പോളജിസ്റ്റാണ്, ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹമാണ് അതിൻ്റെ ലീഡ് സയൻറ്റിസ്റ്റ്. അദ്ദേഹം ഒരുപാട് പഠനങ്ങൾ നടത്തി, ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് ആളുകളുടെ. സോഷ്യലാണ് നമ്മുടെ മെയിൻ വൺ ഓഫ് ദ മെയിൻ തിങ്സ്, വെരി പവർഫുൾ വൺ. മറ്റൊന്ന് സ്പിരിച്വലാണ്. നമ്മളിപ്പോൾ എന്ത് റിലീജിയൻ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അയാൾക്ക് ഒരു സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം പോലെ റിലീജിയസ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്ന സംഭവമുണ്ട്. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഈശ്വര എന്നൊക്കെ വിളിക്കാൻ അയാൾക്ക് ഒരു സംഭവം. അങ്ങനെ ഒരു സാധനം ഉള്ളവർക്ക് 7 to അത് ലോമാലിൻഡയിൽ കൃത്യമായ ഡാറ്റ വെച്ചിട്ട് 7 മുതൽ 10% വയസ്സ് വരെ ഈ സ്പിരിച്വൽ ഓറിയൻറ്റേഷൻ കൊണ്ട് മാത്രം. അവിടെ 7-day അഡ്വൻറ്റിസ്റ്റുകളാണ് ക്രിസ്ത്യാനികളുടെ ഒരു വിഭാഗം ആളുകൾ. അവരുടെ സെറ്റിൽമെൻറ്റാണ് ഈ ലോമാലിൻഡ. ഏറ്റവും കൂടുതൽ അവർ ഭയങ്കര സ്പിരിച്വലാണ്. ഒക്കിനാവയിലും അതുപോലെ സ്പിരിച്വലി ആയിട്ടുള്ള ആളുകളാണ്. രണ്ടും കോമ്പിനേഷൻ വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ബാലൻസ് വരുമ്പോഴാണ് ലോഞ്ചിവിറ്റി വരുന്നത് എന്നുള്ളതാണ്.
അപ്പോൾ എവിടെയോ ഒരു 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 അത്താണി അല്ലെങ്കിൽ ഒരു 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 ഭയങ്കരമായ ഡിപ്രഷൻ വരുമ്പോൾ ഈശ്വരാന്ന് വിളിക്കുമ്പം ഒരു സാധനം ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു അത്താണി കിട്ടുന്ന സംഭവങ്ങളാണ് സോഷ്യൽ സിസ്റ്റം, സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം, സ്പിരിച്വൽ സപ്പോർട്ട് സിസ്റ്റം നമ്മൾ പറയുന്നത്. ഇതൊക്കെ ഈ പറയുന്ന 4 ഇത് കൂടാതെ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അതായത് നമ്മുടെ സമയം ഏതാണ്ട് തീർന്നിരിക്കുന്നു. ഓക്കെ, അപ്പം ഇനി എന്തെങ്കിലും ഡോക്ടർക്ക് പ്രത്യേകിച്ച് പറയാൻ? ഇതിൽ പറയാനുള്ളത്, ഈ വിഷയങ്ങളിൽ ആദ്യം ഓരോ വ്യക്തിയും പിന്നെ ഒരു ടേക്ക് എടുക്കാനുണ്ട്. നമ്മൾ ഓരോ വ്യക്തിയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കയ്യിലാണ് ആരോഗ്യം. ഏതോ എന്താണ് ഡോക്ടറുടെ കയ്യിലോ അല്ലെങ്കിൽ ഏതോ പിന്നെ ഒരു തെറാപ്പിസ്റ്റിൻ്റെ കയ്യിലല്ല, ഓരോ വ്യക്തിയുടെയും കയ്യിലാണ്. ആ വ്യക്തി ആരോഗ്യത്തെക്കുറിച്ചുള്ള ചെറിയ ബാലം, അതിനൊരു മെഡിക്കൽ കോളേജിൽ പോയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് വലിയ പുസ്തകങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ സിമ്പിൾ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട കൊച്ചു കൊച്ചു കാര്യങ്ങൾ, അത് ചെയ്യാൻ ഒരാൾ ഈവനിങ്ങിൽ ഇരുന്നിട്ട് ആലോചിച്ചാൽ മതിയാവും. അയാൾക്ക് തന്നെ മനസ്സിലാവും എന്താ കുഴപ്പം, എന്തുകൊണ്ട് എനിക്ക് അസുഖം വരണമെന്ന് മനസ്സിലായാലേ അയാൾക്ക് തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഈവൻ നമ്മളെപ്പോലുള്ളൊരു തെറാപ്പിസ്റ്റിൻ്റെ പോലും സപ്പോർട്ട് ചിലപ്പം വേണ്ടി വരില്ല. പക്ഷേ ദർ ആർ പീപ്പിൾ ഹു വാണ്ട്സ് ടു റീച്ച് ടു സം ഗ്രേറ്റർ ലെവൽ. ഒരു എന്താ പറയുക, ആരോഗ്യത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് എനിക്ക് എത്തണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അവിടെ എത്തണം. അപ്പോൾ അവിടെ നമ്മളുടെ പോലുള്ള ആളുകളുടെ സഹായം വേണ്ടി വരും. മനസ്സിലായില്ലേ? അവിടെ ഒരു പ്രോട്ടോകോളും, അതായത് അവരവർ തന്നെ അവരവരുടെ കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഡോക്ടറിൽ നിന്നും അകന്ന് നിൽക്കാം. അതാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ. എന്തായാലും പ്രിയപ്പെട്ടവരെ, നിങ്ങളിതെല്ലാം കേട്ടല്ലോ. അതായത് നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ, പ്രത്യേകിച്ച് പ്രവാസ ജീവിതത്തിൽ ഒരുപാട് തിരക്കും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സ്ട്രെസ്സുമായിട്ട് ജീവിക്കുന്നവരാണ്. അത് ഏറ്റവും ചെറിയ ജോലി ചെയ്യുന്ന ആൾ മുതൽ ഏറ്റവും വലിയ പണക്കാരൻ കോർപ്പറേറ്റിൽ വരെ ഈ പ്രഷർ നമുക്ക് താങ്ങാൻ പറ്റാതെ വരുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഏർലി ആയിട്ട് നമ്മൾക്ക് അസുഖം വരുന്നതും നമ്മൾ ഈ വല്ലാണ്ട് ഇങ്ങനെ സ്ട്രെസ്ഡ് ആവുന്നതിനുള്ള കാരണം എന്നുള്ളത്. അതുകൊണ്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം, ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയും എന്നെ തന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് ഭക്ഷണക്രമം. ഭക്ഷണം നിങ്ങൾ കൃത്യമായിട്ട് ക്രമത്തിൽ തന്നെ കൂടുതൽ, നേരത്തെ പറഞ്ഞ പോലെ ഈ 2 ലിറ്റർ പെട്രോൾ അടിക്കേണ്ട ഒരു വണ്ടിയിലേക്ക് നമ്മൾ 5 ലിറ്റർ ഡീസൽ അടിച്ചാലുള്ള കുഴപ്പം, അല്ലെങ്കിൽ ഒരു 10 ലിറ്റർ മണ്ണെണ്ണ കൊണ്ടൊഴിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് നമുക്കറിയാം. അതേപോലെ നമ്മൾക്ക് ആവശ്യമായ രീതിയിൽ ഭക്ഷണം ക്രമീകരിക്കുക, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, അതിനപ്പുറത്തേക്ക് നമ്മൾ പോകാതിരിക്കുക. രണ്ടാമത്തത് ഉറക്കം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ഉറക്കമില്ലാത്ത രാത്രികൾ എന്ന് പറയുന്നത് നമ്മുടെ എന്നും റെസ്റ്റ്ലെസ് ആയിട്ടുള്ള രാത്രികളാണ്. നമ്മൾ ഉറക്കം പോകുന്നത് നമ്മുടെ മൈൻഡ്ഫുൾനെസ് പോകുന്നതുകൊണ്ടാണ്, നമ്മൾ സ്ട്രെസ് ആകുന്നതുകൊണ്ടാണ്. അതിനുള്ള രീതിയിലുള്ള ഭക്ഷണം നടത്തുക, അതിനുള്ള രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ നടക്കുന്നവർക്ക് നടക്കണം, അല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യണം. അതിനുള്ള സമയം സമയമില്ലാതൊന്നുമില്ല. നമുക്ക് എല്ലാത്തിനും സമയങ്ങൾ കണ്ടെത്താൻ പറ്റും. തിരക്ക് നമ്മളെല്ലാവരും പറയും, ഞാൻ ഭയങ്കര തിരക്കാണ്, ഭയങ്കര ബിസിയാണ്, ഫോൺ എടുക്കാൻ നേരമില്ല, മെസ്സേജിന് തിരിച്ച്. ഇതെല്ലാവരും എൻ്റെ ലൈഫിലുണ്ടാവുന്നതാണ്, എല്ലാവരുടെ ലൈഫിലുണ്ടാവുന്നതാണ്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളെ സ്വയം, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ, ഞാൻ മെസ്സേജ് തിരിച്ചയക്കുന്നില്ല എന്നോ ഫോൺ വിളിക്കുന്നില്ല എന്തും പറഞ്ഞാൽ ആവശ്യത്തിന് അവിടെ ഉണ്ടായാൽ മതി. പക്ഷേ ഇതൊന്നുമല്ല ഇവിടെ വിഷയം അവരവരുടെ ആരോഗ്യത്തിന് വേണ്ടി അവരവർ ഈ രീതിയിൽ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് നിർബന്ധം. പിന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 2 തിങ്സ് എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങളുടെ സോഷ്യലൈസാണ്. സോഷ്യലൈസ് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ ചേർന്ന് ഇടയ്ക്ക് പഴകുന്നതും അവർക്ക് വേണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം നിങ്ങൾ ചെയ്യുന്നതും നമ്മുടെ കലയും കായികവും എല്ലാം പരിപോഷിപ്പിക്കുന്നതിനും സോഷ്യലൈസേഷൻ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പിക്ചർ ഇടുന്നതിനെ കുറിച്ചല്ല, മറിച്ച് സ്വന്തം സഹജീവികളായിട്ട് നമ്മൾ എത്ര കൂട്ടുകൂടുന്നോ, അതൊരു പക്ഷേ സ്വന്തം ബന്ധുക്കളാവാം, അല്ലാതിരിക്കാം, അതെല്ലാം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കും. അതൊന്നും ഒരിക്കൽ പോലും കാണാത്ത, ഞാൻ ഡോക്ടർ ആദ്യമായിട്ടാണ് കാണുന്നത് കഴിഞ്ഞ മിനിയാന്നത്തെ മീറ്റിങ്ങിൽ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ സോഷ്യലൈസ് ആവുന്നതും പലരുമായിട്ടും പല ഓർഗനൈസേഷനായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നതും പലതുമായിട്ട് നമ്മൾ ഇങ്ങനെ കണക്റ്റ് ആവുന്നതൊക്കെ അതിലേക്ക് വരിക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സ്പിരിച്വൽ ആവുക എന്നുള്ളതാണ്. അത് നിർബന്ധമാണ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക. അത് ഏത് ദൈവം, എങ്ങനത്തെ ദൈവം എന്നുള്ളതല്ല, നിങ്ങൾ അതിൽ വിശ്വസിക്കുക. അത് വിശ്വസിച്ചാൽ മാത്രമേ അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ആ ഒരു ഇതിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്താൻ ശ്രമിച്ചാൽ ഇന്നത്തെ ഷോ നമ്മൾ തീർച്ചയായിട്ടും സാർത്ഥകമായി എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഇത്രയും നേരം നമ്മളോട് വന്ന് സംസാരിച്ച് ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചാൻ കാണിച്ച ആ വലിയ മനസ്സിന് നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇറ്റ് ഈസ് ഡോക്ടർ നജീബ് അഹമ്മദ്,
ഓൾ ദ വേ ഫ്രം കാസർഗോഡാണ്. UAE ഫങ്ഷണൽ മെഡിസിൻസിൽ ഹോമിയോപ്പതിയാണ് ബേസിക്കലി ഇനീഷ്യലി ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ഫങ്ഷണൽ മെഡിസിനിലേക്ക് മാറി. ഇപ്പോൾ അങ്ങനെ ഫങ്ഷണൽ മെഡിസിനിൽ ഒരുപാട് ആളുകളെ ചികിത്സിച്ച് ഒരുപാട് ആളുകളുടെ മാനസികമായ സമ്മർദ്ദവും ശാരീരികമായ പ്രശ്നങ്ങളും മാറ്റിക്കൊടുക്കുന്ന ഒരു വലിയ ഡോക്ടറാണ്. വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഇന്നത്തെ ഹോട്ട് സീറ്റിൽ അദ്ദേഹം വന്നിരുന്നപ്പോൾ നമുക്ക് ഒരുപാട് അറിവുകൾ നേടിത്തരാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഹാപ്പി ടു സീ യു. Happy and it was pleasure hosting you. My pleasure. Thank you. All the best. And ഒരുപാട് ആൾക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഇനിയും നടക്കട്ടെ. ആരോഗ്യം നമ്മളുടെ അരോഗാവസ്ഥയല്ല, അതായത് ഒരാൾക്ക് രോഗമില്ലാത്ത അവസ്ഥയല്ല, അതിനേക്കാളും രോഗമൊന്നും വരാതിരിക്കാൻ നമ്മുടെ വെൽനെസ്സിനെ നമ്മൾ കീപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓൾവേസ് കീപ് യുവർ സെൽഫ് വെൽ, ഇൻടാക്ട് വിത്ത് പീസ് ഓഫ് മൈൻഡ്. സോ ഐ വിൽ കം ആഫ്റ്റർ ദിസ് ബ്രേക്ക് വിത്ത് അനദർ ടോപ്പിക്. മുനീർ അൽ വഫ വിത്ത് ലവ്. വെൽക്കം ബാക്ക് ടു ദ ടോക്ക് ഷോ വിത്ത് മുനീർ അൽ വഫ. രണ്ടാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോവാണ്. സോ ഹിയർ വി ആർ കമ്മിങ് അപ്പ് വിത്ത് എ ഡിഫറെൻറ്റ് ടോപ്പിക്. അതായത് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാ ആൾക്കാരുടെയും എസ്പെഷ്യലി SMEയിലുള്ള ബിസിനസ്സുകാർ, ടോപ്പ് മാനേജ്മെൻറ്റ്സ്, അതായത് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസിലുള്ള മാനേജ്മെൻറ്റ്സ്, മാനേജറിയൽ ലെവലിലെ ആൾക്കാരൊക്കെ ഇന്ന് ഭീഷണിയുള്ളതെന്ന് പറഞ്ഞാൽ AI എൻ്റെ ജോലി എടുക്കുമോ? റൈറ്റ്. ഐ മീൻ വാലിഡ് ക്വസ്റ്റ്യൻ ആണ്, ഒരു ഫിയർ ആണ്. ഇപ്പം പ്രത്യേകിച്ച് AI കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഫിയർ ആണ്. ബട്ട് നോ, AI പഠിച്ചാൽ നിങ്ങളെ റീപ്ലേസ് ചെയ്യാനായിരിക്കും പറ്റില്ല. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് ഒരു ബിസിനസ്സിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചാണ്. AI എനേബിളർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കും, എന്താണ് AI എനേബിളർ? അത് ഏതെങ്കിലും AI കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണോ, മെഷീൻ ലേണിംഗ് പഠിക്കുന്നതാണോ, അതല്ലെങ്കിൽ കോഡിങ്ങിനെ കുറിച്ച്? AI എന്ന് പറയുമ്പോൾ നമ്മളെ റോബോട്ടിക്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ AI എനേബിളർ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൽ നോർമലി ആ ബിസിനസ്സിൽ നമുക്ക് AI കൊണ്ട് എങ്ങനെയാണ് എഫിഷ്യൻസി കൂട്ടുക, എങ്ങനെയാണ് കോസ്റ്റ് കട്ട് ചെയ്യുക, ഈ കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പം ഈ AI എനേബിളർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൻ്റെ ഫങ്ഷൻസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ബിസിനസ്സിന് പല പല ഫങ്ഷൻസ് ഉണ്ടാവുമല്ലോ. സോ ലെറ്റ്സ് സേ അക്കൗണ്ട്സ്, ഫൈനാൻസ്, മാനേജ്മെൻറ്റ്, ഓപ്പറേഷൻസ് എന്നുള്ള പല കാര്യങ്ങളിലേക്കും. സോ ഈ ഒരു ഫംഗ്ഷൻ്റെ എന്താണ് SOP അല്ലെങ്കിൽ എന്താണ് പ്രൊസീജിയേഴ്സ് അനുസരിച്ചിട്ട് അത് സ്റ്റഡി ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് എങ്ങനെയാണ് AI ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഹൗ ഡു വി ഓട്ടോമേറ്റ് ദിസ് പ്രോസസ്സ് എന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ബിസിനസ്സുകാർക്ക് ഇറ്റ്സ് ഇൻക്രീസിങ് കോസ്റ്റ്. നല്ലൊരു ക്വാളിറ്റി സ്റ്റാഫിനെ എടുക്കണമെങ്കിൽ കോസ്റ്റ് കൂടുതലാണ്, നല്ല ടൂൾസ് വേണമെങ്കിൽ കോസ്റ്റ് കൂടുതലാണ്, ഇങ്ങനത്തെ പല കാര്യങ്ങൾക്കും കോസ്റ്റ് കൂടുതലാണ്. സോ ദിസ് ഇസ് വെയർ വി ബ്രിങ് ഇൻ AI എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ഇറ്റ്? It's a mimicking of human or exactly. Something people are doing. Instead of that, you are engaging the machine or software to do it. Exactly. Simple. അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ എടുത്ത് നമ്മൾ കോസ്റ്റ് കൂട്ടുന്നതിന് പകരം സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക്സ് നമുക്ക് AIയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. That could be in accounting, that could be in HR. ഇപ്പോൾ HRൽ ഇപ്പോൾ ഒരു no, it's like rather I have got a different opinion. See, it's not like you are replacing the people. No, AI never to be replacing. ആൾക്കാരെ മാറ്റി ചെയ്യിപ്പിക്കാനല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ I have a different of opinion here. Right. See, when you say marketing, right, okay, digital marketing, your own subject, digital marketingിലേക്ക് വരുമ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു SME സെഗ്മെന്റിലുള്ള ഒരു കമ്പനി, ഓക്കെ, ആ കമ്പനി ഫോർ എക്സാമ്പിൾ ഒരു ഓട്ടോ ഗാരേജ്, റൈറ്റ്, ഓട്ടോ ഗാരേജിൽ ഒരു 5 ഓട്ടോ ആൾക്കാരുണ്ടാവും. അവർക്ക് നല്ല രീതിയിലുള്ള വർക്കുകൾ ഉണ്ടാവും, റൈറ്റ്, അവർക്ക് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനീനെ അവർ ഏൽപ്പിക്കുമ്പോൾ റൈറ്റ്, they have to spend minimum of 3,000 dirhams or 4,000 dirhams or 5,000 dirhams to pay them as a service charge. Of course. അതിന് വില apart from budget, നമ്മൾ മറ്റേ ആഡ് ബഡ്ജറ്റ് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ വരുന്നത്. റൈറ്റ്. അപ്പോൾ ഒരു മാസത്തേക്ക് ഒരു 3,000 dirhams ആൻഡ് ലോവർ ബഡ്ജറ്റ്. ഒരു ഇയറിലേക്ക് വരുമ്പോൾ 36,000 dirhams, of course. That is one cost. Okay. ഇനി അതേപോലെ സെയിൽസിൽ നമ്മൾ സർവീസ് കസ്റ്റമർ സപ്പോർട്ടിലേക്ക് വരുന്നു. കസ്റ്റമർ സപ്പോർട്ടിലേക്ക് വരുമ്പം ഈ ഒരു ഗാരേജിന്റെ വിഷയം എടുക്കുകയാണെങ്കിൽ, ആ ഗാരേജിലേക്ക് ഇപ്പൊ കസ്റ്റമർ സപ്പോർട്ടിൽ ഒരു വണ്ടി കൊണ്ടുപോയി, ആ വണ്ടിക്ക് എന്തെങ്കിലും തകരാറ് വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ നമ്മൾ എൻക്വയറി ചെയ്യുകയാണ്, ഈ ഒരു പാർട്സ് ഉണ്ടോ, ഈ വണ്ടികൾ നന്നാക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ 24/7 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരാളെ
നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പിന്നെ 24 വന്നില്ലെങ്കിൽ 2 ഷിഫ്റ്റ്, മൂന്നാമത്തെ ഷിഫ്റ്റ് ഓക്കെ നമുക്ക് ഗ്യാരേജ് ആണ്, 2 ഷിഫ്റ്റിൽ നമ്മൾ ഒരാളെ നമ്മൾ അപ്പോയിന്റ് ചെയ്യണം ഇതിന് മറുപടി ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ കമ്പനി ഗ്രോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് മറുപടി ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കണം. അതിന് പകരമായിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ചാറ്റ് ബോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ 2 ആളെ നമ്മൾ വെക്കുമ്പോൾ ഒരു 3000 ദിർഹംസ് നമ്മൾ ശമ്പളം കൊടുത്തിട്ട്, നോർമലി ഉള്ളവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, നോർമലി ഉള്ള സ്റ്റാഫൊക്കെ അവിടെ ഉണ്ടാവും. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരാളെയും കൂടെ എക്സ്ട്രാ വെച്ചാലാണ് ഈ കസ്റ്റമർ ക്വറീസ് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പൊ അവിടെ ഒരു 3000 ദിർഹംസ് ഒരു മാസം അവിടെ ചെലവ് വന്നു. 3000 × 12 again 36,000. അപ്പൊ 36 + 36 72,000 ദിർഹംസ് അവിടെ നമുക്ക് ചെലവുണ്ട്. ജസ്റ്റ് ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ സ്വാഭാവികമായിട്ട് നമുക്കൊരു എഗ്രിമെന്റ്സ് ഉണ്ടാക്കണം. ഓക്കെ, എഗ്രിമെന്റ്സ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പല അഡ്വക്കേറ്റ്സിനെ നമ്മൾ കാണും. പലപ്പോഴും ചെറിയ ചെറിയ എഗ്രിമെന്റ് ആണെങ്കിൽ പോലും നമുക്ക് പേടിയാണ്, അതെന്നാ ഫോർമാറ്റ് അറിയാത്തതുകൊണ്ട്. ആ ഫോർമാറ്റ് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല, സ്റ്റാൻഡേർഡ് അറിയാത്തത് കൊണ്ടുള്ള ഒരു വിഷയമാണ് അത്. പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, ഇംഗ്ലീഷ് നമുക്ക് അറിയുന്നുണ്ടെങ്കിലും പലപ്പോഴും ടേംസ് ഒന്നും നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാത്തതുകൊണ്ടുള്ള വിഷമങ്ങളാണ്. പക്ഷെ അത് ജസ്റ്റ് 2 ആൾ തമ്മിലുള്ള ഒരു നോർമൽ അഗ്രിമെന്റ് ആയിരിക്കാം. അതിന് നമ്മൾ മേ ബി ഒരു ലോവസ്റ്റ് 1,000-2,000 ദിർഹംസ് നമ്മൾ ചെലവാക്കുന്നു. ഒരു ഇയർലി നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒരു 5,000-10,000 ദിർഹംസ് നമ്മൾ ചെലവാക്കുന്നു, ഒരു 8,000. സോ ഇറ്റ് കംസ് ടു 80,000 ദിർഹംസ് ഇൻ എ ഇയർ. പ്ലസ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടന്റ് ഉണ്ടാവും. നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് പോകും, അവർ ഓഡിറ്റ് ചെയ്യും. അതൊക്കെ നോർമൽ പ്രൊസീജിയറിൽ ചെയ്യുന്നതായിരിക്കാം. ഇനി ഈ അക്കൗണ്ട്സിന്റെ അടുത്ത് നമ്മൾ പറയാണ്, നമുക്ക് ഇത്ര കാര്യങ്ങൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്, ഇപ്പോൾ ഉണ്ട്. ഓക്കെ, ഈ സ്റ്റോക്ക് നമ്മൾ ലിക്വിഡേറ്റ് ചെയ്യണം. ലിക്വിഡേറ്റ് ചെയ്യണം കഴിഞ്ഞ 3 മാസത്തെ അല്ലെങ്കിൽ 2 മാസത്തെ സെയിൽസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഓരോ സെയിൽസ്മാനെയും നമ്മൾ ഇത് ടാർഗറ്റ് ചെയ്തിട്ട് സെയിൽസിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അത് നമ്മൾ ഏത് ചാർട്ടേഡ് അക്കൗണ്ട് എടുത്ത് കൊടുത്താലും ഇതൊരു ഔട്ട് ഓഫ് ദ സിലബസ് വർക്ക് ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ പേയ്മെന്റ് നമ്മൾ കൊടുത്ത് അതിനുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്ത് കഴിയുമ്പോൾ ടൈം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഇതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 6 മന്ത്സിലേക്കുള്ള നമ്മുടെ ഒരു സെയിൽസ് ഫോർകാസ്റ്റിംഗ് നമ്മൾ നടത്തേണ്ടത് എങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഫൈനാൻഷ്യൽ വരുമ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ വരുമ്പോൾ ഉണ്ടാകുന്ന കുറെ കാര്യങ്ങൾ എക്സ്ട്രാ എന്തായാലും ഒരു 10,000 ദിർഹംസ് നമുക്ക് ചെലവാക്കേണ്ടത്. I'm talking at a bare minimum, very basic level. അത് വേണ്ടവർക്കാണ്. ഇതൊന്നും വേണ്ട, ഞാൻ എന്റെ കച്ചവടം ഇങ്ങനെ നടത്തുന്നു പറയുന്നവർക്ക് പ്രശ്നം. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് ഗ്രോ ആക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ നമുക്കൊരു 10,000 ദിർഹംസ് നമുക്ക് പിന്നെയും വന്ന് 90,000-ലെത്തി. ഇനി നമ്മൾ സെയിൽസ് നമ്മൾക്ക് കൂട്ടണം. മാർക്കറ്റിങ്ങിൽ നമുക്കൊരു 1000 കസ്റ്റമർ ഉണ്ട്. 1000 കസ്റ്റമർ നമുക്കുണ്ടെങ്കിൽ ഈ 1000 കസ്റ്റമറെ നമ്മൾ ആൾക്കാരെ വിളിക്കണം, അവരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണം, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു സർവേ നടത്തണം, കുറേ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ എന്തായാലും ഒരാളോട് പണിയാണ്, അയാൾ വിളിച്ച് ചോദിക്കുക, അറിയുക എന്താണ് ഇങ്ങനെ. അതിനും നമ്മൾ എന്തായാലും ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 1,000 ദിർഹംസ് എങ്കിലും നമ്മൾ ഒരു മാസത്തേക്ക് ചിലവ് 10,000 ദിർഹംസ് അങ്ങനെ പോയപ്പോൾ ഓൾ ടുഗദർ 100,000 ദിർഹംസിന്റെ ഒരു എക്സ്പെൻഡിച്ചർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതൊന്നും നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നോർമലി നമ്മളുടെ ഒരു ബിസിനസ്സിന് ആവശ്യമില്ല, അഡീഷണൽ ആയിട്ടുള്ള. പക്ഷേ അത് ഫങ്ഷനാലിറ്റിക്കും നമ്മുടെ ബിസിനസ് ഗ്രോത്തിനും നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് തന്നെ നമുക്കതില്ലെങ്കിൽ ബിസിനസ് ബുദ്ധിമുട്ടുമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ബിസിനസ് ചെയ്താൽ, നമ്മൾ ഫോർകാസ്റ്റിംഗ് ഇല്ലാണ്ട് ചെയ്താൽ ഒരുപാട് സ്റ്റോക്ക് ഡെഡ് ആവും. ഓക്കെ, നമ്മളിപ്പോൾ പ്രോപ്പറായിട്ട് കസ്റ്റമർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കസ്റ്റമർ നമുക്ക് പോകും. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടന്നില്ലെങ്കിൽ പ്രശ്നം വരും. ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ 100,000 ദിർഹംസിന്റെ ലാഭം നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഇനേബിളർ പ്രോഗ്രാം, AI ഇനേബിളർ പ്രോഗ്രാം നിങ്ങൾ എടുത്താൽ മതി എന്നുള്ളതാണ്. ഹൗ സി AI ഇനേബിളർ പ്രോഗ്രാമിൽ നമ്മൾ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞാൽ, AI-യുടെ ഇംപ്ലിമെന്റേഷനോട് കൂടി ഒരു കൊല്ലത്തേക്ക് ഒരു ബിസിനസ്സുകാരനെ ഒരു 100,000 ദിർഹംസ് എങ്കിലും ലാഭിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് ചെയ്യാൻ പോകുന്നത്? ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് അഡ്മിനിലെ ജോബ്,
ഇമെയിൽ അയക്കണം, പിന്നെ കസ്റ്റമറിന് മറുപടി അയക്കണം, കസ്റ്റമറിന്റെ ഗ്രീവാൻസസ് കേട്ടിട്ട് അതിന് സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾക്ക് വളരെ പ്രോപ്പറായിട്ടുള്ള കണ്ടന്റ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ വരുന്നത് എന്താണ്? മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഏത് കണ്ടന്റ് എഴുതുന്നത് മുതൽ, ഒരു പോസ്റ്ററിന് ആ ഗാരേജിന്റെ ഒരു പോസ്റ്ററിന്റെ കണ്ടന്റ് എഴുതുന്നത് മുതൽ, ഡിസൈൻ ചെയ്യുന്നത് മുതൽ, വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് മുതൽ, അതിൽ വോയിസ് ടു ചാറ്റും ചാറ്റ് ടു വോയിസും പോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് മുതലുള്ള നിരവധി കാര്യങ്ങൾ ടൂൾസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. പക്ഷേ ഈവൻ ടു ആൻ എക്സ്റ്റെൻഡ് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ വരെ ഓക്കെ, നമ്മളിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഉപയോഗിക്കാൻ വലിയ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ട്. പക്ഷേ ഇപ്പം ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ തന്നെ ദേഴ്സ് മെനി ടൂൾസ് വിച്ച് ഹെൽപ്സ് വിത്ത് റിസർച്ച്, ഓഡിയൻസ് സെഗ്മെന്റേഷൻ. ഇപ്പം പുതിയൊരു ബിസിനസ് തുടങ്ങാൻ തന്നെ പോവാണ്, അനാലിസിസിന് വേണ്ടിയിട്ട്. അതിന്റെ പിന്നെ അനാലിസിസ് കഴിഞ്ഞതിന് ശേഷം ലെറ്റ്സ് പ്രോഡക്റ്റ് ഡെവലപ്മെന്റിൽ തന്നെ ഇപ്പം ഇതാണ് ദുബായ് മാർക്കറ്റ്. ദുബായ് മാർക്കറ്റിൽ ഇപ്പം എനിക്കൊരു ബിസിനസ് തുടങ്ങണം എന്നുണ്ട്. ഇപ്പം എന്താണ് അവിടുത്തെ ഒരു പെയിൻ പോയിന്റ്, എവിടെയാണ് ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് ബ്രിങ്സ് ബാക്ക് അപ്പ് റിസർച്ച്. ഓൺലൈനിൽ കയറിയിട്ട് നമ്മളിപ്പോൾ ഒരു ഒന്നുകിൽ ഏതെങ്കിലും ഒരു റിസർച്ച് ഏജൻസിക്ക് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ വി ഹാവ് ടു സ്പെൻഡ് ലിറ്ററലി ഡേയ്സ് ആൻഡ് മന്ത്സ് ടു ഫൈൻഡ്. അത് വിത്തിൻ സെക്കൻഡ്സ് ഇറ്റ് വിൽ ഫൈൻഡ് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ അങ്ങനെയുള്ള ടൂൾസ് നമുക്കുണ്ട്. HR ഡിപ്പാർട്ട്മെന്റിൽ ട്രമൻഡസ് ആയിട്ട് HR ഡിപ്പാർട്ട്മെന്റിനെ നമുക്ക് AI വൽക്കരിക്കാൻ പറ്റും. അത് ഡസന്റ് മീൻ ദാറ്റ് HR മാനേജർ HR ഈ റൂട്ടീൻ പോറൊന്നും നമ്മൾ cutting off. Rather we are bringing something more accurate, enabling. So we enable. അതേപോലെ FIA പറഞ്ഞ നേരത്തെ ഫൈനാൻഷ്യൽ മേഖലയിലും അവിടെയും ഈ ഫോർകാസ്റ്റ് കാണാനും ഈ റിപ്പോർട്ട് എടുക്കാനും ഈ എത്ര ഇനി നമ്മൾ അടുത്ത ഓർഡർ ചെയ്യുന്ന സമയത്ത് എത്ര സ്റ്റോക്ക് ഓർഡർ ചെയ്യണം, ഏതൊക്കെ മെറ്റീരിയൽ വേണ്ട. റെസ്റ്റോറൻറ്റിലാണെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത മാസം ഈ 2-3 മാസത്തെ വേരിയേഷൻ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത 3 മാസത്തേക്ക് എന്തൊക്കെ സാധനം, എത്ര മട്ടൺ വാങ്ങണം, എത്ര ചിക്കൻ വാങ്ങിക്കണം, ഇങ്ങനെയുള്ള ഈ ഒരു പ്രെഡിക്റ്റീവ് അനാലിസിസ് ചെയ്യാൻ ഗിവൺ ഡാറ്റ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതും that too within that short like span of time, within minutes itself ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇതിനൊന്നും എക്സ്ട്രാ ആളെ നമ്മൾ വെച്ചിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഈ എഫിഷ്യൻസി കൂടുന്നതും നമുക്ക് കോസ്റ്റ്. എസ്പെഷ്യലി ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞില്ലേ SMEസിന് നമുക്കിപ്പം ഒരു പല ആൾക്കാർ ഇവിടെ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഇതിപ്പോൾ നമുക്കില്ലതുപോലെ തന്നെ വെച്ച് പോയാൽ മതി എന്നുള്ളത്. ബട്ട് ഇൻ ടുഡേസ് മാർക്കറ്റ് ഗ്രോത്ത് ഈസ് ടു ബി ടാർഗറ്റഡ്. ഇല്ലെങ്കിൽ നമുക്ക് കോമ്പറ്റീഷൻ ഭയങ്കര ഹെവി ആണ്. ഇറ്റ്സ് വെരി ഹെവി കോമ്പറ്റീഷൻ. എന്ന് വെച്ചാൽ ദുബായ് മാർക്കറ്റിന്റെ ഒരു ബെനിഫിറ്റും ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മളെ മാർക്കറ്റ് ദുബായ് മാത്രമല്ല, വി ആർ ഗെറ്റിംഗ് കോമ്പറ്റീഷൻ ഫ്രം അക്രോസ് ദ വേൾഡ്, എവ്രിവെയർ ഇൻ ദ വേൾഡ്, ഓൺലൈൻ ഓഫ്ലൈൻ. ഇതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമർ സപ്പോർട്ടിന് ഒരു ചാറ്റ് ബോട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24/7 365 ഡിഗ്രി ഏത് 360 ഡേയ്സിൽ ഏത് കൊറീസിനും ഏത് ഭാഗത്തുനിന്നും എങ്ങനെ വിളിച്ചാലും എത്ര ആൾ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഇറ്റ്സ് എവർ ലേണിംഗ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഫീഡ് ചെയ്യുന്ന ഡേറ്റ മാത്രമല്ല, ഓരോ കോൺവെർസേഷനിലും അത് പഠിച്ചുകൊണ്ട് വരും എങ്ങനെയാണ് ആൾക്കാർ ജനറേറ്റീവ് എന്ന് പറയുന്നത് നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ഗിവൺ ഡാറ്റ ഉള്ള മാത്രമല്ല അതിനെ കോമ്പിനേഷൻ ചെയ്തിട്ട് പുതിയ ഇതുണ്ടാക്കി തരിക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് ഒരു ഇനേബിൾ. നിങ്ങളുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ AI എനേബിൾ ചെയ്യുന്നു. ഇതേപോലെ തന്നെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന് ചെയ്യുന്നു. സെയിൽസിലെ കൊറീസ് എടുക്കാനും അതേപോലെ അവർക്ക് ലീഡ് ജനറേറ്റ് ചെയ്യാനും പ്രപ്പോസൽ ഉണ്ടാക്കാനും ഇൻവോയ്സ് എല്ലാത്തിനും. അതുപോലെ തന്നെ വരുന്ന ലീഡ്സ് നമ്മളൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ചെയ്തിട്ട് വരുന്ന ലീഡ്സിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് പറ്റും. ഒരു ചാറ്റ് ബോർഡ് വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ മൊബൈൽ നമ്പർ, വാട്ട് ഈസ് യുവർ ഇൻട്രസ്റ്റ്. ഇനി കോമ്പറ്റീറ്റർ ആണെങ്കിൽ അവരങ്ങനെ തന്നെ ഓടും. അല്ലാത്തവർ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. അത് ഈസിയസ്റ്റ് മെത്തേഡ്. അല്ലെങ്കിൽ നമ്മൾ വിളിച്ച് ചോദിക്കണം നിങ്ങൾക്ക് എന്ത് വേണം, ആരാണ്, എന്താ. ആ മെത്തേഡ് നമ്മൾ അവലംബിക്കുന്നതോടുകൂടി ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഈസി ആവുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നത് HR നമ്മളെ ഓഫീസിൽ തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പം കുറച്ച് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വേക്കൻസിയിൽ നോർമലായിട്ടുള്ള ഇപ്പോൾ ചിലപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ബിസിനസ് ഓണർ, അതിൽ ചെറിയൊരു സ്മോൾ മേ ബി 3 people 4 people, അവിടെ ചിലപ്പോൾ HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവണം തന്നെ നോർമലി ഉണ്ടാവില്ലല്ലോ. സോ വാട്ട് വാസ് ഡൺ വാസ് ഓക്കെ, എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരാൾ വേണം, ഐ നീഡ് എ ജോബ് ഡിസ്ക്രിപ്ഷൻ ഫോർ ദിസ്. നമ്മളിപ്പോൾ ഏതിപ്പം Indeed ആയാലും LinkedIn ആയാലും ഫസ്റ്റ് റിക്വയർമെന്റ് ജോബ് ഡിസ്ക്രിപ്ഷൻ എടുത്തു. അതുകൊണ്ട് ഇന്റർവ്യൂ നമുക്ക് ചെയ്യാൻ പറ്റും, ഇന്റർവ്യൂ ചെയ്യാം. ഇനി ആളെ എടുത്തു കഴിഞ്ഞാൽ അയാളെ പഠിപ്പിക്കുന്നത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചാറ്റ് ബോട്ട് വെച്ചിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം കൂടിയിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത് ഒരു കമ്പനിയെ AI ഇനേബിൾ ചെയ്യുന്നതാണ് AI ഇനേബിളർ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ AI ഇനേബിളർ പ്രോഗ്രാം നമ്മൾ നടപ്പിലാക്കിയില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വി ആർ ഗോയിങ് ടു ലൂസ് മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
നിങ്ങൾ enabler പ്രോഗ്രാമിലേക്ക് ഒന്ന് ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ www.muniralwafa.com സന്ദർശിച്ച് നിങ്ങളുടെ കൊറിയർ അവിടെ ഇട്ടാൽ മതി. യു വിൽ ബി ഗെറ്റിംഗ് ദ റൈറ്റ് തിങ്സ് ഫ്രം ജസ്റ്റ് എ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇത് കാണുന്നവർ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന എക്സാമ്പിൾസ് ട്രാവൽ ആൻഡ് ടൂറിസം ഏജൻസി അല്ലെങ്കിൽ ലോ ഫേം അല്ലെങ്കിൽ IT ഏജൻസിയാണ്. ഇത് ഏതൊക്കെ ബിസിനസ് ഇൻഡസ്ട്രിയിലേക്കാണ് നമുക്ക് ഇത് ഓൾമോസ്റ്റ് എല്ലാ ഞങ്ങൾ വി ടാർഗറ്റ് SME സെഗ്മെന്റ്. റൈറ്റ്. SME സെഗ്മെന്റിലാണ് ഇതിന് കൂടുതലും എംഫസൈസ് ചെയ്യേണ്ട ആവശ്യം. കാരണം അവർക്കാണ് കൂടുതൽ സപ്പോർട്ട് ആവശ്യമായിട്ട്. ചെറിയ കച്ചവടക്കാർക്കാണ് കൂടുതൽ സപ്പോർട്ട് വേണ്ടത്. അവർക്കാണ് ഒരാളെ വെച്ചിട്ട് 5 ആളുടെ വർക്ക് ചെയ്താലേ ഇനിയുള്ള കാലം പിടിച്ചു നിൽക്കാൻ പറ്റും. 5 ആളെ വെച്ചാൽ ഓവർ ഹെഡ്സ് കൂടുകയും അതിന് അത്ര രീതിയിലുള്ള സെയിൽസ് ഉണ്ടാവാതെ റവന്യൂ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ദേ വിൽ ബി റിയലി സഫറിങ്. അവിടെയാണ്. ഇനി കോർപ്പറേറ്റിലും ഓഫ് കോഴ്സ് കോർപ്പറേറ്റിൽ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഏത് ഇൻഡസ്ട്രിയിലും നമുക്ക് ഇംപ്ലിമെന്റ്. കാരണം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എല്ലാത്തിലും ഉണ്ട്. റൈറ്റ്. കസ്റ്റമർ സപ്പോർട്ട് ഈസ് എവറിവെയർ. റൈറ്റ്. ഫൈനാൻഷ്യൽ എല്ലായിടത്തും ഉണ്ട്. HR ഉണ്ട്, അഡ്മിൻ ഉണ്ട്, ഓപ്പറേഷൻസ് ഉണ്ട്. ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഏത് കമ്പനി ആണെങ്കിലും അത് ആദ്യം നമ്മൾ ചെയ്യുന്നതിന് 3 സ്റ്റെപ്പാണ്. നമ്പർ 1, വി അണ്ടർസ്റ്റാൻഡ് യുവർ റിക്വയർമെന്റ്സ്. നിങ്ങളൊരു സാധനമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ എന്താണ് മാനുവലി അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിസ്റ്റങ്ങൾ എന്താണ് അതിനെക്കുറിച്ചൊരു റിക്വയർമെൻറ്റ് സ്റ്റഡി നടത്തിയതിന് ശേഷം വി കം അപ്പ് വിത്ത് സൊല്യൂഷൻ. ഇതാണ് നിങ്ങൾക്ക് സൊല്യൂഷൻ, നിങ്ങൾക്ക് ഇതാണ് ആവശ്യം. അത് ഇത്ര നാൾ നീണ്ടു നിൽക്കുന്ന 1 മാസം 2 മാസം 3 മാസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പ്രക്രിയയാണ്. മൂന്നാമത്തത് ഇന്ന ടൂൾസ് വെച്ചിട്ട് നമ്മളത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇത് ഒറ്റയടിക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ആദ്യം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യാം, പിന്നെ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാം, പിന്നെ അങ്ങനെ ടൈം എടുത്തുകൊണ്ട് ചെയ്യാം. അല്ലാതെ ഒറ്റയടിക്ക് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ വല്ലാണ്ടെന്ന് ഓവർവെൽംഡ് ആയി പോയിട്ട് യു വിൽ ബി ഇൻ ട്രബിൾ. ഓൾറൈറ്റ്. സോ നമ്മൾക്ക് AI-യുടെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് നമ്മുടെ ബിസിനസ്സിൽ വരുത്തിയേ പറ്റുള്ളൂ. അത് വരുത്താത്തടത്തോളം കാലം യു വിൽ ബി ഔട്ട് ഓഫ് ദ ലീഗ്. റൈറ്റ്. ആൻഡ് ഓവർവെൽംഡ് ആവുന്നുള്ള ഒരു പോയിന്റ്, ഇപ്പോൾ AI-നെ കുറിച്ച് പഠിക്കാൻ നിന്നാൽ പീപ്പിൾ മൈറ്റ് ആസ്ക് വൈ AI എനേബിളർ. നമുക്ക് തന്നെ ഗൂഗിളിൽ പോയിട്ട് നോക്കാൻ പറ്റുമല്ലോ എന്ന്. നമ്മൾ ഗൂഗിളിൽ പോയിട്ട് AI-നെ കുറിച്ച് പഠിക്കാൻ നിന്നല്ല, വി വിൽ ഗെറ്റ് ലോസ്റ്റ്. ഒരു ടൂള് എത്രത്തോളം എഫക്റ്റീവ് ആണ്, അത് തന്നെയാണോ ബെസ്റ്റ്, കോസ്റ്റ് വൈസ് പെർഫോമൻസ് വൈസ് കാര്യങ്ങളൊക്കെ. സോ ദിസ് AI എനേബിൾ പ്രോഗ്രാം വി ഹാവ് എ ടീം അറ്റ് ദി ഓഫീസ് ഹൂസ് ടെസ്റ്റഡ് ഇറ്റ് ഔട്ട് ഇൻ അവർ ഓൺ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പോൾ വരാൻ പോകുന്നത് സൂണായിട്ട് AI-ൻ്റെ ഒരു മാർക്കറ്റ് പ്ലേസ് വരാൻ പോകുന്നുണ്ട്. യു വിൽ ഗെറ്റ് n number of tools under one roof, which is going to be published soon. All right, അപ്പോൾ നമ്മൾ ഷോയുടെ ടൈം ഇവിടെ കഴിയാണ്. സോ വിൽ ബി കമ്മിങ് ഇൻ ദ നെക്സ്റ്റ് വീക്ക് വിത്ത് ദ സെയിം ടൈം, വിത്ത് സെയിം അറ്റ് ദ സെയിം ടൈം ഇൻ ദ സെയിം ചാനൽ, നിങ്ങളുടെ പ്രിയപ്പെട്ട UBL TV-യിലേക്ക് അടുത്ത വെള്ളിയാഴ്ച 8:30 മണിക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ടിൽ ദെൻ, മുനീർ അൽ വഫ വിത്ത് ലവ്.